ഓം 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 കാർപ്പണ്യോഷോപഗതസ്വഭാവകവച്ഛാമത്തം ധർമ്മസുമൂഢചേതക ഹേ ശ്രേയസ്യാനസ്യം ബ്രൂഹിതന്മേ ശിഷ്യസേഖം ശാതിമാം താം പ്രപന്നം. നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ആറാമത്തെ അധ്യായം ധ്യാനയോഗത്തിൽ 15 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ പ്രാക്ടിക്കലി ധ്യാനം എങ്ങനെയാണ് ഇരിക്കേണ്ടത് അതൊക്കെ നമ്മൾ ഇന്നലെ ഒന്ന് ധ്യാനം പ്രാക്ടീസ് ചെയ്യുകയും കൂടെ ചെയ്തു. ഇന്നലെ എല്ലാം മിനിഞ്ഞാണ്. ഇപ്പോൾ 16 തൊട്ടുള്ള ശ്ലോകങ്ങളാണ് ഇന്നും ചിന്തിക്കേണ്ടത്. ഇന്ദ്രിയ വിഷയങ്ങളിൽ പ്രവേശിക്കാതെ മനസ്സിനെ അടക്കുക എന്നുള്ളതാണ് ധ്യാനം ശീലിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ചിത്തവൃത്തി നിരോധം എന്ന യോഗത്തെ തന്നെ പറയുക. അപ്പൊ മനസ്സിനെ അടക്കിയാൽ ബാക്കിയൊക്കെ ചിത്തവൃത്തികളൊക്കെ അടങ്ങിക്കോളും. അങ്ങനെ അടങ്ങിയാൽ മാത്രമേ അത് ആത്മാവിനെ സാക്ഷ്യപ്പെടുത്താൻ പറ്റൂ. അതായത് ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ മനസ്സാണ് എല്ലാത്തിനും പ്രശ്നം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലേ മനസ്സടങ്ങൂ, മനസ്സടങ്ങിയാലേ ബുദ്ധി ഉറയ്ക്കൂ, ബുദ്ധി ഉറച്ചാലേ ആത്മശക്തി ഉണരും. അതുകൊണ്ട് അതിനാണ് ഈ യോഗം ശീലിക്കണം എന്ന് ഭഗവാൻ പറയുന്നത്. നാത്യസ്നത്സു യോഗോ അസ്തി നൈ ചൈകാന്ത മനസ്നുത നാ ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ അർജുന. ഹേ അർജുന, യോഗ തു അത്യസ്നത, യോഗമാകട്ടെ അമിതമായിട്ട് പക്ഷി നാസ്തി, ഭക്ഷിക്കുന്നവനും ഉണ്ടാകുന്നതല്ല. ഏകാന്തം അനശ്നത, തീരെ ഭക്ഷിക്കാത്തവനും ഈ യോഗം ഇല്ല. തീരെ ഭക്ഷിക്കാത്തവനും യോഗമില്ല, അധികം ഭക്ഷിക്കുന്നവനും യോഗമില്ല. പിന്നെ അതിസ്വപ്നശീലസ്യ ച ന, അധികം ഉറങ്ങുന്നവനും ഈ യോഗമില്ല. ജാഗ്രത ച ന ഏവ, അധികം ഉറക്കം ഒഴിക്കുന്നവന് യോഗമില്ല. അല്ലയോ അർജുന, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവനും ഒട്ടും ഭക്ഷണം കഴിക്കാത്തവനും അധികം ഉറങ്ങുന്നവനും എപ്പോഴും ഉറക്കം ഒഴിച്ചുകൊണ്ടിരിക്കുന്നവനും ഈ യോഗം ശ്രദ്ധിക്കുന്നതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ യോഗം, നമ്മൾ ധ്യാനയോഗം സാധിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? അമിതമായിട്ട് ഭക്ഷണം കഴിക്കരുത്, എന്നാ ഒട്ടും കഴിക്കാതെ ഇരിക്കാം. വിശന്നിരുന്നുകൊണ്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ അധികം ഉറങ്ങുന്നവനും ഈ യോഗം സാധ്യമല്ല. എന്നാൽ ഉറങ്ങാതിരിക്കുന്നവനും യോഗം സാധ്യമല്ല. അപ്പൊ എല്ലാത്തിലും മിതത്വം ഉണ്ടായിരിക്കണം എന്നർത്ഥം. അതിന് ഭഗവാൻ എന്താ പറയണേ? അടുത്ത ശ്ലോകമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് എപ്പോഴും ഓർത്തിരിക്കുകയും വേണം. ഇത് പ്രാക്ടിക്കൽ ചെയ്യണം. യുക്താഹാര വികാരസ്യ യുക്തചേഷ്ടസു കർമ്മസു യുക്തസ്വപ്ന അപബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്താഹാര വികാരസ്യ, മിതമായ ആഹാരത്തോടു കൂടിയവനും. ആദ്യം ആർക്കൊക്കെ സാധിക്കില്ല എന്ന് പറഞ്ഞു? അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവന് യോഗം സാധ്യമല്ല, ഭക്ഷണം കഴിക്കാതിരിക്കുന്നവന് സാധ്യമല്ല. ഇനി അധികം ഉറങ്ങുന്നവന് സാധ്യമല്ല, ഉറങ്ങാതിരിക്കുന്നവന് സാധ്യമല്ല. പിന്നെ ആർക്കാ സാധിക്കുക? ഈ യോഗാനുഭൂതി ഒരിക്കലും സാധ്യമല്ല അവനവനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ. പിന്നെ ആർക്കാ സാധിക്കുക? യുക്ത ആഹാര വികാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്ന അപബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഇതാണ് നമ്മൾ പ്രാക്ടിക്കലി ധ്യാനം ശീലിക്കണോ? ജപതപാദികൾ കൊണ്ട് മാത്രം കാര്യമില്ല. ഈശ്വര സാക്ഷാത്കാരം അഥവാ ആത്മബോധം ഉണ്ടാകണം. ആത്മസാക്ഷാത്കാരം തന്നെയാണ് ആത്മബോധം എന്ന് പറയുന്നത്.
ആത്മബോധം, അതായത് ഈശ്വരന്റെ ശക്തി ഉണർത്തിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അതാണ് ഉദ്ദേശം. അത് സാധിക്കണമെങ്കിൽ ഈ ധ്യാനശീലം, അതായത് എന്തിനെ പറ്റിയാണോ നമ്മൾ സ്ഥായിയായിട്ട് വിചാരം ചെയ്ത് ആ ബോധത്തെ ഉണർത്തണം. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ബോധം മാത്രമാണ്, ഞാൻ ഉണ്ടെന്നുള്ള ഒരു ബോധം. അത് ഒരു വ്യക്തിയല്ല, ഒരു ശക്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് പോലും. അതിനെ പോഷിപ്പിച്ച് അത് നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നമുക്ക് യൂട്ടിലൈസേഷൻ ഉണ്ടാക്കണം. അതുണ്ടാകണമെങ്കിൽ നമ്മൾ ജീവിതത്തിന്റെ പകുതി ഭാഗവും ഈ ഭക്ഷണ കാര്യങ്ങളിലും ഊണിലും ഉറക്കത്തിലും ഒക്കെ സമയങ്ങളാണ്. ഈ ഈശ്വരന്റെ ശക്തിയെ പറ്റി, ആ ഈശ്വരന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭക്ഷണം ഇഷ്ടംപോലെ കഴിക്കണം, തോന്നിവാസം മഠത്തിന്റെ പിന്നാലെ നടക്കുന്നതും അത് പാചകം ചെയ്തും അത് കഴിക്കുന്നതും ഒക്കെ വ്യത്യസ്തമായ വെറൈറ്റിയിൽ നമ്മൾ സ്വയം ഉണ്ടാക്കി കഴിക്കുക, പുറത്തു പോയി കഴിക്കുക, എന്തൊക്കെ ചെയ്യുന്നോ ജീവിതത്തിന്റെ ഒരു 50% ടൈം വേസ്റ്റ് ആകുന്ന ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. സംശയമുണ്ട്, നിങ്ങൾ ചിന്തിച്ചു നോക്കോളൂ. ഒരു ദിവസം തന്നെ 24 മണിക്കൂറിൽ എത്ര സമയമാണ് നിങ്ങൾ ആഹാരത്തിന് വേണ്ടി തന്നെ ചെലവാക്കുന്നത്? അതിൻ്റെ മുമ്പിലും പിന്നിലും ഒക്കെ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര സമയം, 24 മണിക്കൂറിൽ എത്ര സമയം നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കേണ്ടെന്നോ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ യുക്താഹാര വികാരസ് എന്ന് പറഞ്ഞാൽ മിതമായ ആഹാര വികാരത്തോടു കൂടിയവനും കർമ്മസു യുക്തചേഷ്ടസ്യ, കർമ്മങ്ങളിൽ മിതമായ ചേഷ്ടങ്ങളോട്. നമ്മൾ ഒരു പ്രായം വരെയൊക്കെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ചത്തു കിടന്ന് പണിയെടുക്കും. എന്തിനാ? അന്നേരം ശരീരത്തെ പറ്റി പോലും സമയത്താഹാരം കഴിക്കുക, ഊണം, ഉറക്കം, ഇതൊന്നുമില്ല. പലതൊക്കെ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് ശരീരം മറന്നിട്ട് കിടന്ന് പണിയെടുക്കുന്ന അവസ്ഥയൊക്കെയുണ്ട്. രജോ ഗുണം ആധിക്യമുള്ളതുകൊണ്ട് കാര്യം, മനുഷ്യൻ പൊതുവെ രജോ ഗുണാധിക്യക്കാരായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് സാധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും. അപ്പൊ അതുകൊണ്ട് യുക്ത സ്വപ്ന അവബോധ കർമ്മങ്ങളിൽ മിതമായ ചേഷ്ടകൾ, അതായത് അമിതമായിട്ട് പ്രവർത്തിക്കാതിരിക്കണം, എന്നാ വേണ്ടതിന് പ്രവർത്തിക്കുകയും വേണം. യുക്ത സ്വപ്ന അവബോധ, മിതമായ നിയതമായിരിക്കുന്ന ഉറക്കവും ഉണർന്നിരിപ്പിലും. യോഗ ദുഃഖ ഭവതി, യോഗം ദുഃഖനാശകമായിട്ട് ഭവിക്കും. ഈ യോഗ ശീലിച്ചാൽ തന്നെ നമ്മുടെ 50% പ്രശ്നങ്ങൾ ഇല്ലാതെ വരും. ദുഃഖം എന്ന് പറയുന്നത് പ്രശ്നങ്ങളാണല്ലോ, അഥവാ പ്രശ്നങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന അനുഭവമാണ് ദുഃഖമയം. ആഹാരത്തിലും വിനോദത്തിലുമൊക്കെ മിതത്വം പാലിക്കുന്നവനും അമിതമായിട്ട് പ്രവർത്തിക്കാതെ കർത്തവ്യകർമ്മങ്ങൾ ചെയ്യുന്നവനും ഉറക്കത്തിലും ഉണർന്നിരിപ്പിലും നിഷ്ഠ പാലിക്കുന്നവനുമായിരിക്കുന്ന സാധകന് ഈ ധ്യാനയോഗം ദുഃഖനാശകമായി ഭവിക്കും. അപ്പൊ ആർക്കാണ് ധ്യാനയോഗം സാധിക്കാത്തത് എന്ന് പറഞ്ഞു, സാധിക്കുന്നത് ആർക്കാണെന്ന് പറഞ്ഞു. ഇനി സാധിച്ചാൽ തന്നെ അത് ദുഃഖം ഹനിക്കുകയും ചെയ്യും, ദുഃഖനാശകമായി ഭവിക്കും. അതെങ്ങനെ ദുഃഖനാശകമാകും? അവിടെയൊക്കെ യുക്തിസഹജമായിട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓരോരുത്തരുടെയും സ്വഭാവം വ്യത്യസ്ത. നമ്മുടെയൊക്കെ ഇപ്പം എത്ര പേര് ഇപ്പൊ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്? ഞാൻ അടക്കം 8, 3, 11 പേരുണ്ട്. 11 പേരുടെയും സ്വഭാവവും കർമ്മവാസനയും ജന്മവാസനയും ഇല്ലവ ടോട്ടലി ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അത് ഭക്ഷണ കാര്യത്തിൽ, അതേ ഊണിലും ഉറക്കത്തിലും നടപ്പിലും എടുപ്പിലും ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ 8 പേരും 8 വിധത്തിലായിരിക്കും ഇരിക്കുക. അത് അവരുടെ ജന്മവാസനയും കർമ്മവാസന അനുസരിച്ചുകൊണ്ടാണ്. അതിന് യോജിക്കാനൊന്നും പറ്റില്ല, യോജിക്കുകയില്ല. ഓരോരുത്തർക്കും കുറേ കോമൺ ആയിട്ട് നമ്മളിപ്പം ആ യോജിപ്പുള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരേ സമയത്ത് ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും എത്ര ദൂരെ ഇരുന്നാലും ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കണം. നമ്മൾ നേരിട്ട് യാതൊന്നും യാതൊരു അത് എത്രയോ ദൂരെയാണ് നിങ്ങൾ ഇരിക്കുന്നത്, എന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു മുറിയിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലെ സംസാരിക്കാം. ഇത് കോമൺ എഫക്റ്റാണ്. ഇതാണ് യജ്ഞകർമ്മം. വിശാല ബുദ്ധി ഉള്ളപ്പോഴാണ് ബാക്കിയെല്ലാം വിട്ടിട്ടിരിക്കാന്ന് പറയും. എന്നാൽ നമ്മൾ ഇതിൽ നിന്ന് വേറിട്ട് പോയാൽ
ഓരോരുത്തരുടെ കാര്യത്തിലും അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും വാസനാബലവും സ്വഭാവവും പ്രകടമാകും. ഇതാണ് സ്വഭാവസ്തു പ്രവർത്തത എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞത്. ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മാർജിത, ഈ ജന്മത്തിലെ മാത്രമല്ല. ഒരാൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണേ തന്നെ ഈ ജന്മത്തിൽ അതിന് വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചിട്ട് ആ ഒരു വാസനാബലത്തിൽ ഇല്ലേ എന്താണോ നമുക്ക് ശ്രേഷ്ഠമായത് വേണ്ടത്, ഇല്ലെങ്കിൽ പഴയത് എന്തെങ്കിലും മാറ്റണമെങ്കിൽ, പുതിയതായിട്ട് എന്തെങ്കിലും ചേഞ്ച് നമ്മുടെ സ്വഭാവത്തിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ അതിൽ മുറുക്കി പിടിക്കുക തന്നെ വേണം. അത് ജന്മവാസനയാക്കി മാറ്റണം. ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു സ്വഭാവമായിട്ട് മാറ്റണം. അപ്പോൾ ചേഞ്ച് ഉണ്ടാവും. അത് നമ്മൾ ചെയ്യുമ്പം 8 പേരും 11 പേരും ചെയ്യുമ്പോൾ 11 തരത്തിലായിരിക്കും ഒരേ കാര്യം ചെയ്താലും. അത് ഡിപ്പെൻഡ് അപ്പോൺ അവർ ക്യാരക്ടർ. നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ച്. നിങ്ങൾക്കിപ്പോൾ ചായ ഉണ്ടാക്കാൻ നമ്മളോട് 11 പേരോടും പറഞ്ഞു എന്ന് വിചാരിക്കുക. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാണ്. നിങ്ങൾ കുക്കറി ഷോയൊക്കെ ടി വിയിലൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ 11 പേരും ചായ ഉണ്ടാക്കുന്ന അതിൻ്റെ എല്ലാ മെറ്റീരിയൽസൊക്കെ ഒന്ന് തന്നെയാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളും ഒന്ന് തന്നെയായിരിക്കും. ഇവൻ ഗ്യാസോ സ്റ്റൗവോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറോ എന്തായാലും ഒക്കെ ഒരുപോലെ ആയിരിക്കും. എന്നാലും വേണ്ടില്ല, നമ്മൾ ഓരോരുത്തരും ചായ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പം ആ 11 പേരും ഉണ്ടാക്കിയ ചായക്ക് 11 ടേസ്റ്റായി. എന്തുകൊണ്ടാണ് അങ്ങനെ വരണേ? അത് അവരുടെ സ്വഭാവത്തെ ഡിപ്പെൻഡ് ആണെന്നർത്ഥം. അതുകൊണ്ടാണ് ഭഗവാൻ ഇത്ര സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തോളൂ. ഈ പറയുന്ന കാര്യം, ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യം കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും പാലിക്കേണ്ടതാണ്. ഈ ധ്യാനയോഗം ശീലിക്കണം. അത് അവരവരുടെ യുക്തിക്കനുസരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവരവരുടെ സ്വഭാവം ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യണം എന്നാണ് അർത്ഥം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനുകരിക്കുന്നവരാ, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. യഥാർത്ഥ റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് അനുകരിക്കുന്നു എന്നാണ്. അനുകരിക്കാൻ പോയാലും വേണ്ടില്ല, ശ്രേഷ്ഠരായിട്ടുള്ളവർ ചെയ്ത് അനുകരിച്ചോളാൻ ഭഗവാനും പറഞ്ഞിട്ടുണ്ട്. എത്തിയതാശ്രേഷ്ഠത ദേവതാരോചനായ, അങ്ങനെ മഹാത്മാക്കളായിട്ടുള്ളവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് അനുകരിക്കാം. അവിടെയും നമ്മുടെ സ്വഭാവമായിരിക്കും. നമ്മൾ അനുകരിക്കുമ്പോഴും നമ്മുടെ സ്വഭാവത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്കത് അനുകരിക്കാൻ സാധിക്കുക. എത്രയൊക്കെ നിങ്ങളെ ഞാനോ അല്ലേ അതുപോലുള്ളവരോ നേരിട്ട് മുമ്പിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കർമ്മത്തിൻ്റെ ശ്രേഷ്ഠതയെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് ചെയ്താലും അവിടെയും ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവും. എന്ന് കഴിഞ്ഞാൽ അവരോട് ഈ ശ്രദ്ധിക്കാനുള്ള കഴിവും അത് ക്യാച്ചിങ് പവറും ഒക്കെ വ്യത്യസ്തമായ സ്വഭാവം ഉള്ളതുകൊണ്ട് വ്യത്യസ്തമായ സ്വഭാവത്തിൽ കാറ്റഗറി അനുസരിച്ച് തന്നെ കാണൂ. അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും, ആഹാരത്തിലും വിഹാരത്തിലും നമ്മുടെ ചലനത്തിലും എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ ആ കർമ്മത്തിലൊക്കെ നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതാണ് യുക്തമായത് മാത്രം ചെയ്യുക. അതായത് അവനവന് യോജിക്കുന്നത് എന്താണോ, ചായയാണോ കട്ടൻ കാപ്പിയാണോ ഇല്ലെങ്കിൽ പാലാണോ, എന്താ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് ആഹാര വിഹാരത്തിൽ അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ടുള്ള ആഹാരം അമിതമായിട്ട് കഴിക്കാതെയും കഴിക്കാതിരിക്കുന്ന സ്വഭാവവും പറ്റില്ല. അപ്പോൾ മിതമായിട്ട് ആഹാരം കഴിക്കുക. യുക്താഹാര വിഹാരസ എന്ന് പറഞ്ഞാൽ ആഹാരത്തിലും വിനോദത്തിലും എൻ്റർടൈൻമെൻറ്റും ആകാം. സീരിയൽ കാണോ, സിനിമ കാണോ, എന്ത് വേണേലും ആയിക്കോളൂ. പക്ഷേ അമിതമാകരുത്. എന്ത് ചെയ്താലും മിതത്വം പാലിക്കണം. അമിതമായിട്ട് പ്രവർത്തിക്കാനും പാടില്ല. ശരീരം കൊണ്ട് അമിതമായിട്ട് ചിലർ ചത്ത് കിടന്ന് നല്ല പ്രായത്തിലൊക്കെ രക്തത്തിളപ്പ് കൊണ്ട് ചത്ത് കിടന്ന് പണിയെടുക്കും. അതിൻ്റെയൊക്കെ എഫക്റ്റ് ചിലപ്പോൾ വയസ്സാകുമ്പോഴായിരിക്കും ഉണ്ടാകാം. അതുകൊണ്ട് അമിതമായിട്ട് പ്രവർത്തിക്കരുത്. നമുക്ക് എന്നാൽ കർത്തവ്യ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും വേണം. അത് ചെയ്യുന്നവനായിരിക്കണം. ഉറക്കത്തിലും ഉണർന്നിരിപ്പിലും നിഷ്ഠ പാലിക്കുന്നവനായിരിക്കണം. ഉറങ്ങാനുള്ള സമയവും എഴുന്നേറ്റ് വരേണ്ട സമയമൊക്കെ കൃത്യമായിട്ട് ചാർട്ടറൊക്കെ ആയിരിക്കണം. ഇത് കൃത്യനിഷ്ഠ പാലിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അമിതമായിട്ട് ഉറങ്ങാനേ പാടില്ല. യോഗയൊക്കെ ശരിക്കും പ്രാക്ടീസ് ചെയ്ത് ഒരു 3 മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്ന് പറയാം. എൻ്റെ സ്ഥിതി അതാ. ഞാനൊരു 3 മണിക്കൂർ കൊടുന്നൊന്നും നന്നായിട്ട് ഉറങ്ങില്ല. പകൽ കിടന്നാലും വേണ്ടില്ല, രാത്രി കിടന്നാലും വേണ്ട.
രാത്രിയാണ് ഈ 3 മണിക്കൂർ ഉറങ്ങുക. പകല് കിടന്നാലും 3 മണിക്കൂറൊന്നും ഉറങ്ങില്ല. ചെറുതായിട്ട് ഒരു മയക്കം മാത്രം, ഒരൊറ്റ മയക്കം. അത് ഈ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാലേ ഉള്ളൂ. അതിപ്പോൾ ഇന്ന് ശകലം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ലേറ്റായിട്ടാണ്, വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റതാ. അപ്പം അത് കഴിച്ചു. അത് കഴിച്ചപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഉറക്കം തോന്നും. ആ ഭക്ഷണം കുറച്ചാലുള്ള കുഴപ്പം. ഇപ്പോൾ ഭക്ഷണം കഴിച്ചാൽ, ലേശം കഴിച്ചാൽ, നിങ്ങൾ ചായ കുടിച്ചാൽ അതിനുണ്ടോ ലഹരി. ഒന്നും കഴിക്കാതിരുന്നാലേ ഈ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആ ഉണർവ്, ഇപ്പം 3 മണിക്ക് എഴുന്നേറ്റിട്ട് ഒന്നും കഴിക്കാതെ ശ്രാദ്ധാദി കർമ്മങ്ങളുടെ അതിൻ്റെ ഒരു കൂട്ടലും ഇതെല്ലാം കഴിഞ്ഞ് 7 മണിയായി, അമ്പലത്തിൽ പോയി, അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്ന ആരും കുഴപ്പമില്ല. ഇപ്പം ഈ 18 അധ്യായം വായിച്ചു അന്നേരം കുഴപ്പമില്ല. ഇപ്പം ലേശം ചായയും കഴിച്ചു. ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായ കുടിക്കുള്ളൂ, അതും ഗ്രീൻ ടീയാണ് കഴിക്കുക. ഞാൻ എന്തിനാ ഇത് കൃത്യമായിട്ട് പറയും, ഞാൻ ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും ലേശം ഉപ്പാവ്, റവ കൊണ്ട് ഉപ്പാവ് ഉണ്ടാക്കി അതൊരു 1-2 സ്പൂൺ, അമിതമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ആഹാരം നമ്മളെ മയക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാലും അതെ. രാത്രി നമ്മൾ പ്രത്യേകിച്ചും പാലുൽപ്പന്നം, രാത്രിയിൽ ലേശം പാലോ പഴോ മാത്രം കഴിച്ചാൽ പെട്ടെന്ന് ഉറങ്ങും. ഉറക്കം വരും, ബോധമില്ലാതെ കിടന്നുറങ്ങും ചിലർക്ക്. അപ്പോൾ ആഹാരവിഹാരത്തെ നന്നായിട്ട് ശ്രദ്ധിക്കും. നമുക്ക് പ്രത്യേകം അറിയാം. അപ്പോൾ പിന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചവരുടെ കാര്യം അവസ്ഥ നോക്കിക്കോളൂ. നമ്മളെ 50% ശരീരത്തെ മയക്കിക്കളയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. കാരണം ഈ നമ്മൾ ശരീരത്തിന്, നമ്മൾ ഉണർന്നിരിക്കുമ്പോഴല്ല ശരീരത്തിന് ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി. നമ്മൾ സുഖമായിട്ട് ഗാഠനിദ്രയെ കിടന്നുറങ്ങുമ്പം അതിൻ്റെ യന്ത്രങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കും. നമ്മൾ കിടന്നുറങ്ങായിരിക്കും, പക്ഷേ ഈ ആഹാരത്തെ ദഹിപ്പിക്കാനുള്ളവർക്ക് സ്വസ്ഥമായിട്ട് സ്വച്ഛന്തമായിട്ട് അതിൻ്റെ കർമ്മം ചെയ്യണമെങ്കിൽ നമ്മൾ ശരീരം കൊണ്ട് റെസ്റ്റ് എടുക്കണം. അപ്പോൾ അകത്ത് കിടക്കുന്ന മെഷീനൊക്കെ പ്രവർത്തിച്ചോളും. എന്തൊരു വിചിത്രമാണെന്നറിയാം ഭഗവാന്റെ ഈ സിസ്റ്റം നോക്കിക്കൊള്ളും. എന്തൊരു വിചിത്രമായ സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ആഹാരം കുറച്ചാൽ അതിന് പണി കുറയും. ആ മിഷനറീസൊക്കെ ആഹാരത്തിൻ്റെ, നമ്മൾ ആഹാരം കൂട്ടിയാൽ അതിന് പണി കൊടുക്കുകയും ചെയ്യും, നമ്മൾ മയങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ ഉറക്കത്തിലെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഡിസ്റ്റർബൻസ് ആണ് സ്വപ്നം കാണുക എന്ന് പറയുന്നത്. അതാണ് സ്വപ്നത്തിൽ പോലും യുക്ത സ്വപ്ന അവബോധസ്യ എന്ന് പറയുന്നത്. നിങ്ങൾ സ്വപ്നം കാണുവാണെങ്കിൽ അവബോധത്തോടു കൂടി സ്വപ്നം കാണണം. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പ്രീ പ്ലാൻ ചെയ്താൽ അത് സ്വപ്ന തുല്യമായിട്ട് നമുക്ക് പിക്ചറൈസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ് യുക്ത സ്വപ്ന അവബോധസ്യ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ ദിവാസ്വപ്നം കാണും, ഉണർന്നിരിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ, ഞാൻ പറയാറുണ്ടല്ലോ, നോവലൊക്കെ വായിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമാന്തരീക്ഷത്തെ പറ്റിയാണ് ആ കഥ പറയുന്നതെന്നുണ്ടെങ്കിൽ ആ ഗ്രാമാന്തരീക്ഷമൊക്കെ നമുക്ക് ബോധത്തോടു കൂടി തന്നെ മനസ്സിൽ കാണാൻ സാധിക്കും. ഇതാണ് യുക്ത സ്വപ്ന അവബോധസ്യ എന്ന് പറഞ്ഞാൽ. എന്ത് നമ്മൾ പ്ലിക്കാണ്. നാളെ ഇപ്പം ഗുരുവായൂർക്ക് പോകണമെന്ന് വിചാരിച്ചോളൂ, നമ്മളിവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ ഗുരുവായൂർ പരിസരമൊക്കെ നമുക്ക് പിക്ചറൈസ് ചെയ്ത് കാണും. നമ്മൾ അതും ഒരു തരത്തിൽ സ്വപ്നമാണ്. നമ്മളവിടെ പോയിട്ടില്ല, ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ടാണ് കാണുന്നത്. അത് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ കാണുന്നതിനെയാണ് യുക്ത സ്വപ്ന അവബോധസ്യ എന്ന് പറഞ്ഞാൽ. യുക്ത ആഹാര വിഹാരസ്യ എന്ന് പറഞ്ഞാലോ, നമുക്ക് ആവശ്യമുള്ള സ്വഭാവം അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്നത് കഴിച്ചോളൂ. ഇത് നമ്മുടെ കാഴ്ചപ്പാടാണ്. ഈ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്നൊക്കെ കാര്യം ഇത് ദഹിപ്പിക്കുമ്പോൾ ഈശ്വരൻ്റെ ശക്തി ജഠരാഗ്നി ഉപയോഗിച്ചുകൊണ്ട് അത് ദഹിപ്പിക്കുമ്പം ആ ജഠരാഗ്നി ഈശ്വരൻ്റെ ഭാവത്തിന് നിങ്ങൾ കഴിച്ചത് നോണാണോ ഇല്ലെങ്കിൽ വെജിറ്റേറിയൻ ആണോ എന്നൊന്ന് ചോദിച്ചിട്ടൊന്നും അല്ല ദഹിപ്പിക്കണം. ആണോ? അതിന് യാതൊരു പക്ഷപാതവുമില്ല. ഈശ്വരൻ്റെ കാര്യത്തിന് ഒരു പക്ഷപാതവും ഇല്ല. പിന്നെ ഏത് ആഹാരം കഴിച്ചാലും അതിൽ നെഗറ്റീവ് സെൻസും ഉണ്ട്, പോസിറ്റീവ് സെൻസും ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഗുണവും ദോഷവും ഉണ്ടെന്നുള്ളത്. ഇപ്പം നമ്മുടെ ശരീരം, നമ്മുടെ ചിന്തയിലെ, വാക്കിലെ, പ്രവൃത്തിയിലെ ഒക്കെ ഗുണവും ദോഷവും ഉണ്ട്. എവരി ആക്ഷൻ, എവരി വസ്തുക്കളിൽ ഗുണവും ദോഷമുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഗുണമുണ്ട്, ദോഷമുണ്ട്. അത് വെജിറ്റേറിയൻ കഴിച്ചാലും വെജിറ്റേറിയൻ ഭക്ഷണത്തിലും ഗുണവും ദോഷമുണ്ട്, നോൺ വെജിറ്റേറിയൻ കഴിച്ചാലും ഗുണവും ദോഷമുണ്ട്, ലഹരി പദാർത്ഥങ്ങൾ മദ്യം കഴിച്ചാലും ഗുണവും ദോഷമുണ്ട്, മുട്ട കഴിച്ചാലും ഗുണവും ദോഷമുണ്ട്,
നമ്മൾ ഫോൺ കൊണ്ട് കളിച്ചാലും ഗുണവും ദോഷമുണ്ട്, ഇലക്ട്രിസിറ്റിക്കും ഗുണവും ദോഷമുണ്ട്. എവരി ആക്ഷൻസ് എന്തൊക്കെ ഈ പ്രപഞ്ച സൃഷ്ടിയിലുണ്ടോ അതിനൊക്കെ ഗുണവും ദോഷമുണ്ട്. അതിൽ നമുക്ക് പറ്റിയത് എന്താണെന്ന് സെലക്ട് ചെയ്ത് നമുക്ക് എന്താണ് ഗുണം ചെയ്യുന്നത് എന്ന് ഉപയോഗിക്കുന്നതിനെയാണ് യുക്താഹാര വികാരസ്യ. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും 11 പേരിൽ ഇപ്പം എത്ര പേരുണ്ടെയും 8, 6, 14 പേര് വന്നിട്ടുണ്ട്, ഞാനടക്കം. അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരീരത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മൾ ആഹാരം കഴിക്കുന്നതിലും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പം അവരവർക്ക് യോജിച്ചത് എന്താണോ അത് സെലക്ട് ചെയ്തുള്ള ആഹാരവും നമ്മുടെ കർമ്മങ്ങളും. വിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശരീരത്തോടു കൂടി ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിക്കുന്നതിനാണ് വിഹാരം എന്ന് പറയുന്നത്. അതിനെ വേണ്ടത് വേണ്ട പോലെ യുക്തിസഹജമായിട്ട് അവരവർക്ക് പറ്റിയത് എന്താണെന്ന് സ്വയം സെലക്ട് ചെയ്ത് അതിൽ വിഹരിക്കണം. നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് അപ്പോൺ ഈ കുറേ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് കുറേയൊക്കെ അനുകരണ ഭാവത്തിലും പിന്നെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ചേരലും ഉണ്ട്. അതെല്ലാം ഈ കൂട്ടത്തിൽ ചേരുമ്പം എല്ലാം കൂടലും ചിലപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പറ്റിയതായിരിക്കും, അവരുടെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ പറ്റിയതായിരിക്കില്ല. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള നിലയ്ക്ക് അതിനോട് യോജിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഭഗവാൻ നമ്മുടെ പ്രശ്നത്തിൽ, അതായത് ഇൻഡിവിജ്വലി നമുക്ക് ഉണ്ടാകുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ദുഃഖം അവരവർ ഇൻഡിവിജ്വലി ജനിച്ചേക്കണം. നമ്മൾ ആരുടെ കൂടെ എല്ലാം വന്നേക്കണം. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം നേടണോ? അപ്പോൾ നമ്മുടെ സ്വൈര്യ ജീവിതത്തിൽ, സാധാരണ ജീവിതത്തിൽ തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അത് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ തന്നെ അവനവൻ്റെ കാര്യങ്ങൾ അവരവർക്ക് യുക്തിസഹജമായിട്ട് വാസനാബലം അനുസരിച്ചുകൊണ്ട് അത് ആദ്യം സാക്ഷാത്കരിക്കണം. അതാണ് നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ കർമ്മബന്ധനം. നമുക്ക് നമ്മുടെ കർമ്മബന്ധനങ്ങൾ ഇല്ലാതെയാക്കിയാൽ മാത്രമേ ഈശ്വരൻ്റെ സ്വഭാവത്തിലേക്ക് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈശ്വരൻ്റെ സ്വഭാവത്തിലേക്ക് എത്തിയാൽ നമ്മൾ സാക്ഷാത്കാരത്തിലെത്തി. നമ്മളിപ്പോൾ നമ്മുടെ സ്വഭാവത്തിലാണ് നിൽക്കണേ. അപ്പം ഇവിടെ പറയുന്നത് നമുക്ക് ആദ്യം ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ സ്വഭാവം തന്നെയാണ്. സ്വഭാവസ്തു പ്രവർത്തത, അത് തന്നെ അർജുനൻ പറഞ്ഞത് കാർപ്പണ്യദോഷോ ഭഗത സ്വഭാവക എന്ന് പറഞ്ഞത്. അപ്പൊ ആ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ആഹാര വിഹാരത്തിലും നടപ്പിലും എടുപ്പിലും ജോലിയിലും എല്ലാ കാര്യത്തിലും നമുക്ക് സൂട്ട് ചെയ്യുന്ന എന്തോ അതേ ചെയ്യാവുള്ളൂ. അത് ചെയ്ത് അതിൽ ഗുണം ദോഷമുണ്ട്, ഗുണം അനുസരിച്ച് പ്രവർത്തിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ശുദ്ധീകരിക്കപ്പെടും. ദോഷം ഉണ്ടാക്കിയാലോ പിന്നെ പ്രാരാബ്ധമായിട്ട് മാറും. അപ്പം നടപ്പിലും എടുപ്പിലും ഊണിലും ഉറക്കത്തിലും ഒക്കെ നമുക്ക് സൂട്ടായത് എന്തോ അത് ചെയ്ത് തീർത്താലേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് അറുതി വരുള്ളൂ. അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന യോഗം നമുക്ക് ഭവതി ദുഃഖ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ആഹാരത്തിലും വിനോദത്തിലും ഒക്കെ മിതത്വം പാലിക്കുന്നവനും അമിതമായിട്ട് പ്രവർത്തിക്കാതെ കർത്തവ്യകർമ്മങ്ങൾ ചെയ്യുന്നവനും ഉറക്കത്തിലും ഉണർന്നിരിപ്പിലും നിഷ്ഠ പാലിക്കുന്നവനും ആയ സാധകന് ധ്യാനയോഗം ദുഃഖനാശകമായി ഭവിക്കും. നമുക്ക് ഈ മറ്റ് പ്രാരാബ്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ധ്യാനിക്കാൻ തന്നെ സാധിക്കൂ. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ധ്യാനിക്കാട്ട് ഇരുന്നാൽ ഈ പ്രാരാബ്ധം എന്താണോ ബാക്കി അതായിരിക്കും ചിന്തയിൽ പൊങ്ങി വരിക. അത് ഏത് കാര്യത്തിനും അതെ. നമ്മൾ എത്ര ശ്രദ്ധയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലോ എന്താണോ ചിന്തിക്കേണ്ട എന്ന് പറയുന്നത് അത് ചിന്തയിൽ വരും. അതിനെന്താ കാരണം? നമ്മുടെ സ്വഭാവം തന്നെ. അത് കുറേശ്ശെ നമ്മൾ പറയുമ്പം നമുക്കിത് പറയാൻ എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണ്. ഈ പ്രാക്ടിക്കൽ തലത്തിൽ അവനവൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിച്ചിട്ട് പോലും നമുക്ക് യുക്താഹാര വികാരസ്യ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 60-70% ഒക്കെ ഞാൻ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ദുഃഖമൊന്നുമില്ല.
പക്ഷേ എന്നാലും 100% ആണോ എന്ന് ചോദിച്ചാൽ 100% അല്ല. എന്തുകൊണ്ടാകാത്ത? അവിടെ നമ്മുടെ സ്വഭാവ പ്രശ്നം. ചിലത് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, മറ്റാരെങ്കിലും കൂടിയാൽ അത് അങ്ങനെ ആയാലെന്താ, ഇങ്ങനെ ആയാലെന്താ, ഇങ്ങനെയൊക്കെ കൺസിക്വൻസീസ് ഒരുപാട് നമ്മുടെ വിചാരങ്ങളിലൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെടുമ്പം 100 കാര്യങ്ങൾ അതിനെ കൊളുത്തി പിടിച്ചുകൊണ്ട് വരും. നമുക്ക് കൃത്യം ഒരാളെ ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് ചിന്തിക്കുമ്പോൾ എളുപ്പമാണ്, ഇതിങ്ങനെ ചെയ്താൽ മതിയല്ലോ, അതിന് വേണ്ടുന്ന സാധനമൊക്കെ കൊരുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പുറപ്പെടുമ്പം അതിന് 100 കൂട്ടം പ്രശ്നങ്ങൾ വരും. അതാണ് കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണെന്ന് ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു ശ്ലോകം നമ്മൾ പ്രാക്ടിക്കൽ തലത്തിൽ സാക്ഷാത്കരിക്കണം. അത് സാക്ഷാത്കരിച്ച റിസൾട്ട് എന്തായിരിക്കും? നിങ്ങളുടെ എല്ലാ പ്രശ്നവും അവസാനിക്കും. ഏറ്റവും വലിയ പ്രശ്നം എന്താ? ദുഃഖം, ശാന്തി ഇല്ലായ്മ, സമാധാനം ഇല്ല എന്ന് പറയുന്നതല്ലേ? അതില്ലാതെയാവും. സമാധാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ യോഗത്തിലെത്തിയാൽ മാത്രമേ സമാവസ്ഥയെ ആധാനം ചെയ്യാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ സമാധാനം ഇല്ലാതെ വരും. ആഹാരത്തിലും വിനോദത്തിലും എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആകാമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നും വേണ്ടാന്ന് വയ്ക്കൊന്നും വേണ്ട. നമുക്ക് ഇഷ്ടമുള്ളത് വേണ്ടാന്ന് വെച്ചാൽ അത് നമ്മൾ എപ്പോഴെങ്കിലും അത് തലപൊക്കിക്കൊണ്ടിരും. അതാ കുഴപ്പം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ഛിക്കുന്ന സിനിമ കാണണോ, സീരിയൽ കാണണോ, നോവൽ വായിക്കണോ, എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. പക്ഷെ അമിതമാകരുത്. വിനോദത്തിലും മിതത്വം പാലിക്കണം. അത് കളിക്കാൻ പോവോ, പന്ത് കളിക്കോ, അല്ലെ എന്താ കളിക്കണേ, ചെസ്സ് കളിക്കോ, എന്താ കളിക്കണ്ടേ അതും കളിച്ചോളൂ. എൻ്റർടൈൻമെൻറ്റ് എന്തെങ്കിലും ആകാം. ഏത് സമയം നമുക്ക് ഒരേ കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ ബോറടിക്കുമല്ലോ, റെപ്പീറ്റേഷൻ കൊണ്ട്. പക്ഷേ ഒന്നും അമിതമാകാതെ ശ്രദ്ധിക്കണം. അമിതമായിട്ട് ജോലി ചെയ്യാൻ പാടില്ല. എന്നാൽ കർത്തവ്യ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അത് ഉറക്കത്തിലാണെങ്കിലും ഉണർന്നിരിപ്പിലാണെങ്കിലും നിഷ്ഠ പാലിക്കണം. ഇത് അവരവർ തന്നെ ഒന്ന് ചിന്തിക്കണം. ശരിക്കും ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റിയ രീതി എന്താണോ അത് നമ്മൾ താല്പര്യത്തോടുകൂടി സന്തോഷത്തോടു കൂടി അതിനെ ഫോളോ ചെയ്യണം. അത് എന്ത് ചെയ്താലും അതൊരു ഭാരമായിട്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുക, തിരുമേനിക്ക് പറയാൻ എളുപ്പമായത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക കുറച്ച് വിഷമമാണ് എന്ന് പറയും അല്ലേ. അത് നിസ്സാര കാര്യമാണ്. ഞാനിപ്പം വന്നിട്ടുള്ളവർക്കൊക്കെ തുടക്കം മുതലേ പറയണതാ. അത് നെറ്റിന് കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമല്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നെറ്റ്, എൻ്റെ ശരീരത്തെ നെറ്റൊക്കെ ക്ലിയറാ. പുറത്തുനിന്നുള്ളതാണ്. നിങ്ങളുടെ അവിടെ ഇപ്പോൾ ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഇപ്പം ഈ കാലാവസ്ഥ മോശമായതുകൊണ്ടേ നെറ്റിന് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് പിന്നെ കേട്ടോളൂ. അപ്പോൾ കേൾക്കുമ്പം അത് ക്ലിയർ ആയിക്കോളും. അത് എല്ലാവർക്കും ഉണ്ടാവില്ല പ്രോബ്ലം. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. എല്ലാ കാര്യത്തിനും നമ്മുടെ യുക്തി സഹജമായിട്ട് നമ്മൾ അത് കൈകാര്യം ചെയ്യാൻ പഠിക്കണം എന്നർത്ഥം. അതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. നമുക്ക് ഈ കോമൺ ആയിട്ട് എല്ലാം ഒരേപോലെ കിട്ടുന്ന, ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് തുടക്കം മുതലേ ഈ ഗൂഗിൾ മീറ്റിൻ്റെ കാര്യം ലിങ്ക് അയക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗൂഗിൾ മീറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം, ഗീതാജ്ഞാന യജ്ഞം ഫോർ 1 year ഞാൻ ഓപ്റ്റ് ചെയ്ത് വെച്ചേക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരേ ലിങ്കിൽ ഈ ഒരു വർഷം മുഴുവൻ കയറാം. ദിവസം ഞാൻ പോസ്റ്റ്, ഇന്നിപ്പോൾ എനിക്ക് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പലരും എന്നെ വിളിക്കൽ വരെ ഉണ്ടായി. അത് ശരിക്കും ശ്രദ്ധിച്ച് ഞാൻ ആദ്യം പോലെ പറയുന്ന ഓർമ്മയില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഇന്നലെ കയറി അതേ ലിങ്കിൽ ഇന്നും കയറാം. ലിങ്കിന് യാതൊരു, അതിൻ്റെ കോഡിനോ യാതൊരു മാറ്റവും ഇല്ല. ആ കോമൺ ആണ്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ വൈകുന്നേരം എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ കയറാം. പക്ഷേ ഞാൻ പാലിക്കുന്ന സമയക്രമവും അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയക്രമം അനുസരിച്ചിട്ട് കയറാവുള്ളൂ. അല്ലാതെ
കയറിയാൽ ചിലപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുക? ഞാനിവിടെ മെയിൻ അതിൻ്റെ സെൻറ്ററിൽ ഇവിടെ ആണെങ്കിൽ ഗൂഗിൾ മീറ്റ് സംഘടിപ്പിച്ച അഡ്മിൻ ആരാണോ അവർ ഫോണോ ടാബോ ഇല്ലെങ്കിൽ ലാപ്ടോപ്പോ ഓൺ ചെയ്ത് വയ്ക്കാതെ ഈ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യാതെ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് ശ്രമിച്ചാലും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്കറിയാലോ, ടിക്കറ്റ് എടുക്കുന്ന പോലെ അഡ്മിഷൻ കൊടുക്കണം. അഡ്മിഷൻ കൊടുത്താലേ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. ഇത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഓരോരുത്തരും കയറുന്നത് ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ചാണ്. ഓരോരുത്തരുടെ സമയം കിട്ടുമ്പോഴാണ് കയറുക. ചിലർ ക്ലോസ് ചെയ്യണ സമയത്തായിരിക്കും ചോദിക്കണേ, മനസ്സിലായില്ലേ? ഇന്നലെ ആരോ കണ്ടില്ലേ, ആർത്തി എടുക്കുന്ന സമയത്താണ് കയറുന്നത്. സമയക്രമം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ സമയം പാലിക്കാതെ വെറുതെ കയറി നോക്കുക. ഇങ്ങനെ എല്ലാ കാര്യത്തിലും യുക്താഹാര വികാരസയുക്ത ദേശം നമ്മൾ എന്ത് ചെയ്യുന്നു അതിലൊക്കെ യുക്തിസഹജമായിട്ട് നമ്മുടെ ബോധവും കൂടെ വർക്ക് ചെയ്യണം എന്നർത്ഥം. ഏത് കാര്യത്തിനും അല്ലേ. ബാക്കി ചില ആൾക്കാർ എന്താന്ന് ചോദിച്ചാൽ ഞാൻ ആരെയും കുറ്റം പറയാനില്ല, പക്ഷെ ബാക്കി പണിയൊക്കെ തീർത്തിട്ട് കയറാൻ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവിടെ എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. അതല്ലേ ശരി? നിങ്ങൾ ബാക്കി എവിടെയെങ്കിലും പോകണമെങ്കിലോ ഇല്ല എന്തെങ്കിലും ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് യുക്തിസഹജമായിട്ട് നിങ്ങൾ തീരുമാനിച്ച പ്രീ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് വേറെ ഒന്നും ചെയ്യാനില്ലാത്തപ്പോഴാണ് ഇത് കയറുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ മുഖ്യ വിഷയം ഇത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ സമയക്രമം പാലിച്ചുകൊണ്ടാ ചെയ്യുന്നേ. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും കയറുന്ന സമയം നിങ്ങൾ യുക്തിസഹജമായിട്ട് തീരുമാനിച്ച് ഈ ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമത്തിൽ കയറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ നമ്മൾ ഓരോരുത്തരും അവരവരുടെ ജന്മവാസന കർമ്മവാസനയും സ്വഭാവം കൊണ്ടാണ് ജനിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ്, ഈശ്വര സാക്ഷാത്കാരമാണ് എങ്കിൽ അതാണ് കോമൺ. അതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരം ഇല്ലെങ്കിൽ ഈശ്വരൻ്റെ ശക്തി, ഒരുപാട് കാര്യങ്ങൾ 50% നമ്മൾ മനുഷ്യജന്മം കിട്ടുമ്പോൾ കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ഒരേപോലെ കിട്ടേക്കണേ. യാതൊരു പക്ഷപാതം, അത് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ കിട്ടേണ്ട മനുഷ്യജന്മം കിട്ടിയിരിക്കുന്ന ഈശ്വരൻ്റെ വരദാനം കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെയാണ്. പിന്നെ അതിൽ വ്യത്യസ്തത എന്തുകൊണ്ടാണ് വൈരുദ്ധ്യം ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ സ്വഭാവം, അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അവരവരുടെ കർമ്മത്തിൻ്റെ രീതി, അതൊക്കെ യുക്തിസഹജമായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താ, ധ്യാന യോഗത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവരവരുടെ സ്വഭാവം പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ സ്വഭാവത്തിൽ പെർഫെക്ഷൻ ഉണ്ടാക്കണം. എന്താണ് എൻ്റെ സ്വഭാവം, എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എന്ത് ചെയ്താലാണ് എനിക്ക് സന്തോഷം ഉണ്ടാകുക, ആ തൃപ്തിയെ ആദ്യം അനുഭവിച്ചറിയണം. നമ്മൾ 50% പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നത് നമ്മൾ ആരെങ്കിലും ഫോളോ ചെയ്യുമ്പോഴാണ്. കാരണം നമുക്കത് സോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ മറ്റേ ചെയ്തത് കണ്ട് ശരിയാണെന്ന് തോന്നിയിട്ട് നമ്മൾ അത് അനുകരിക്കാൻ പോകുമ്പം നമുക്ക് നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് അത് സൂട്ടാകാതെ വന്നാൽ എനിക്കുണ്ടായ സുഖം നിങ്ങൾക്ക് കിട്ടിക്കൊള്ള നിർബന്ധമില്ല. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ ഇതൊക്കെ വിശകലനം ചെയ്തിട്ടാണ് നമ്മളോട് പറയുന്നത്, അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ സ്വഭാവത്താൽ ജീവിക്കുന്ന അവസ്ഥയിൽ ശരീരത്തോടു കൂടി ഇപ്പോൾ ഇവിടെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരവർക്ക് സൂട്ടാകുന്ന വിധത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞതാണ് യുക്താഹാര വികാരസ്യ യുക്തചേതസു കർമ്മസു യുക്ത സ്വപ്ന അവബോധസ്യ. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ദുഃഖത്തിന് അറുതി വരും. അതായത് ഇൻഡിവിജ്വലിയാണ് പറയുന്നത്. ഞാൻ എന്തൊക്കെ ചെയ്യുന്നോ എനിക്ക് ദുഃഖശമനം ഉണ്ടാകുന്ന അതേ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കത് സൂട്ട് ചെയ്തോളണം എന്നില്ല. താനും നിങ്ങൾക്ക് ദുഃഖത്തിന് അറുതി വന്നോളൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ വ്യത്യാസം? ഇത് ഓരോ ഇൻഡിവിജ്വലിയാണ്. നമുക്ക് കോമൺ ആയിട്ട് ഈശ്വര ശക്തി കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും ഒരു 50% കോമൺ ആണ്. പക്ഷെ ഈശ്വരൻ തന്നിരിക്കുന്ന ശക്തി നമുക്ക് ഈശ്വരന്റെ ശക്തി തന്നെയാണ് നമ്മുടെ ഒക്കെ ശരീരത്തിലിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ ശക്തിയെ യൂട്ടിലൈസ് ചെയ്യുന്ന അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട്.
അതുകൊണ്ടാണ് ഭവൻ പറഞ്ഞേ ആ സ്വഭാവം അനുസരിച്ചുകൊണ്ട് വേണം ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകാൻ. എനിക്ക് സൂട്ടാകാതെ ഇപ്പം എനിക്ക് സന്യാസയോഗം ഇല്ല എന്ന് പറഞ്ഞു. ചിലർക്ക് സന്യാസയോഗത്തിലേക്ക് പോകണമെന്ന് യോഗമുള്ളവരെ ഇല്ലെങ്കിൽ അത് ചെയ്താലേ അവർക്ക് ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അവരത് സ്വീകരിക്കണം. അപ്പൊ എല്ലാ കാര്യത്തിലും ആഹാരത്തിലായിക്കോട്ടെ, വിഹാരത്തിലായിക്കോട്ടെ, നടുപ്പുഴയിലായിക്കോട്ടെ, എടുപ്പുഴയിൽ വസ്ത്രധാരണ ആയിക്കോട്ടെ, എന്താണേലും വേണ്ടില്ല, അത് അവരവരുടെ ക്യാരക്ടർ, അവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് തന്നെ അതിനെ കണ്ടെത്തി അപ്പോഴേ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകും. നിങ്ങൾക്ക് ഒരു വസ്ത്രം ധരിക്കുന്നത് തന്നെ ഇത് ധരിച്ചാലാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് വേറൊരാൾ പറഞ്ഞാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട വസ്ത്രം മാറ്റി വെച്ചിട്ട് മറ്റേയാൾ പറഞ്ഞതെടുത്ത് ഇട്ടാല് മറ്റേയാളെ ഞാൻ പറഞ്ഞത് കേട്ടു എന്നുള്ളത് അയാൾക്ക് തൃപ്തിയായിരിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സാക്ഷി ചിലപ്പോൾ അതിനെ അനുവദിക്കില്ല. അത് എടുത്തു വെച്ച് തന്നെ ഇടാനായിരിക്കും നിങ്ങൾക്ക് താല്പര്യം. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെയാ പോകുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ സംതൃപ്തി അവിടെ ബാക്കി നിൽക്കും. മറ്റേ ആളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തത് അത് ഉപരിപ്ലവമായിട്ട് നടക്കും. അയക്ക് സന്തോഷമാവും, ഞാൻ പറഞ്ഞ കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ കുടുംബങ്ങളിൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, മക്കളോട് ഡ്രസ്സ് ഇടാൻ പറയുന്ന കാര്യങ്ങൾ, ഇതുപോലെ ആഹാരങ്ങളിലും എല്ലാ വിഹാരസ്യ നമ്മൾ സിനിമ കാണാനിരുന്നാലും ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ മറ്റേ ആൾക്ക് ഇഷ്ടപ്പെട്ടോളം നിർബന്ധമില്ല. അത് സീരിയലായാലും വേണ്ടില്ല, കോമഡി ഷോ ആയാലും ഒരു പാട്ടായാലും വേണ്ടില്ല. അതാണ് എൻ്റർടൈൻമെൻറ്റ്സ്. അവരവർക്ക് എന്താ പറ്റിയത് അത് അവരവർ ഷൂട്ട് ചെയ്ത് കളക്ട് സെലക്ട് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ശാന്തി കിട്ടുള്ളൂ എന്നാണ് ഭാവം പറഞ്ഞത്. ആദ്യം അത് അനുഭവിക്കണമല്ലോ. നിങ്ങൾ എന്ത് ചെയ്താലാണോ നിങ്ങൾക്ക് ദുഃഖത്തിന് അറുതി വരുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് അത് ചെയ്യാനാ ഭഗവാൻ പറഞ്ഞത്. അത് ആഹാരത്തിലും വിഹാരത്തിലും ഒക്കെ. ഇത് വളരെ യുക്തിവിചാരം ചെയ്യണം. പറഞ്ഞു കേൾക്കുന്ന എളുപ്പമാണെന്ന് തോന്നുന്നു നമുക്ക്. ഞാനിത് മനസ്സിലാക്കിയതിന് ശേഷം വീട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞാലും വേണ്ടില്ല, എവിടെയാണ് എനിക്കെന്താ യോജിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് വന്ന് താമസിപ്പിക്കുക കുറച്ചുകൂടെ സ്വാതന്ത്ര്യം. മറ്റേ നമ്മൾ ഡിപ്പെൻഡ് അപ്പോൺ മറ്റുള്ളവരും കൂടെ പറയുന്നത് കേൾക്കില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലതൊക്കെ നമ്മൾ ത്യജിക്കേണ്ടതും ഇല്ല, അവരോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതൊക്കെ വരും. അപ്പം നമ്മുടെ താല്പര്യം ബാക്കി നിൽക്കും. നമുക്ക് കോമൺ ആയിട്ടൊന്നും മറ്റുള്ളവർക്കും കൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ആരും ചിലപ്പോൾ സൂട്ടായിക്കൊണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇൻഡിവിജ്വലി ഇത് നമുക്ക് മാക്സിമം ഒന്നിച്ച് കഴിയുമ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതേപോലെ ഉപയോഗപ്രദമാക്കാം. എന്നാലും കുറേശ്ശെ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഒന്നുമില്ലെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറയുന്നത് എന്താ, നിങ്ങളുടെ താല്പര്യം അനുസരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈശ്വരനെ ഭജിക്കുന്ന കാര്യം. അത് ആദ്യം അതിൽ ഷൂട്ട് ചെയ്യണം. അത് ചെയ്യാൻ പുറപ്പെടുമ്പോഴും നിങ്ങൾക്ക് പറ്റിയ രീതിയിലുള്ള വിഹാരത്തിലൊക്കെ ശ്രദ്ധിക്കുക. അമിതമായിട്ട് ആഹാരം കഴിക്കാതിരിക്കുക. എന്നാൽ കർത്തവ്യ കർമ്മങ്ങളിൽ കൃത്യമായിട്ട് ചെയ്യണം. അമിതമായിട്ട് ശരീരം, പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞാൽ അമിതമായിട്ട് അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള അധ്വാനമൊക്കെ ആക്കുക. ഞാൻ 1 മണിക്കൂർ പണിയെടുത്താൽ അത്രയും സമയം റെസ്റ്റ് എടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എപ്പോഴും പണിയെടുക്കുന്നൊക്കെ ഉണ്ട് അത്യാവശ്യം. വെറുതെ ഇരിക്കുന്ന രീതിയൊന്നുമില്ല. നമുക്ക് ഇരട്ടി ഒരാൾ, ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും നമ്മൾ കൂലി കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിലും വേണ്ടില്ല, നമുക്ക് ഒരാളെ കൊണ്ട് പൈസ കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതിൽ എളുപ്പമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാൻ എളുപ്പമാണ്. ചെയ്യിപ്പിക്കാൻ വലിയ പാടാണ്. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്ത് കയ്യെ പിടിച്ച് ട്രെയിനിങ് കൊടുത്ത് ചെയ്യിപ്പിച്ചാലും അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആകില്ല. അതാണ് കർമ്മത്തിൻ്റെ ഗതി ഗഹന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷം നഷ്ടപ്പെടും. ഇങ്ങനെ നമ്മൾ രാവിലെ ഊണിലും ഉറക്കത്തിലും നടപ്പിലും എടുപ്പിലും എന്തൊക്കെ ചെയ്യുന്നോ, നമുക്ക് എന്ത് ചെയ്താലും ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഒക്കെ നമുക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കണേ. അത് ആരും അമ്പലത്തിൽ പോകുന്നതായാലും വേണ്ടില്ല, പ്രാർത്ഥിക്കുന്നതാണേലും വേണ്ടില്ല, ആഹാരം കഴിക്കുന്നതാണേലും വേണ്ടില്ല, പണിയെടുക്കുന്നതായാലും നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ലേ ഈ അധ്വാനിക്കണേ. ഭഗവാൻ പറയുന്നത് എന്താ, യുക്താഹാര വികാരസ്യ യുക്ത തേജസ്സു കർമ്മം. ഇങ്ങനെ എല്ലാവരും ഒരു കുടുംബത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ കുടുംബത്തിൽ ദുഃഖം ഉണ്ടാവില്ല. ഇൻഡിവിജ്വലി ദുഃഖം ഇല്ലാതെ വരും. ആദ്യം ഇൻഡിവിജ്വലി അതാ പ്രാക്ടിക്കൽ കൊണ്ടുവരുമ്പം അങ്ങനെ കുടുംബത്തിൽ 2 പേരോ 3 പേരോ 4 പേരോ എത്ര പേരുണ്ടെങ്കിലും എല്ലാവരും ഈ സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ദുഃഖം ഉണ്ടാവില്ല. ഇതെങ്ങനെ സാധിക്കാന്നാ നിങ്ങൾക്ക് ചോദ്യം വരിക.
അതാണ് പ്രശ്നം. കാരണം ഈ സ്വഭാവം വ്യത്യസ്തമല്ലേ, വൈരുദ്ധ്യാത്മകം ഉള്ളതുകൊണ്ട് ഈ പറയുന്ന കാര്യം തന്നെ ഒരേ ലെവലിൽ എടുക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഈ അനുകരണ ഭാവമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലേ, മറ്റുള്ളവർക്ക് എന്ത് തോന്നും, അത് അവർക്ക് ബുദ്ധിമുട്ടാകോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ റൂട്ട് ബാക്കി നിൽക്കും അവിടെ. അതാണ് കുഴപ്പം. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഈശ്വര സാക്ഷാത്കാരം ഇൻഡിവിജ്വലി നേടേണ്ടതാണ്. അത് നമുക്കൊരാളെ ഉത്തമനോട് പോലും ഭഗവാൻ പറഞ്ഞത് ഓർത്തിരിക്കുക. ഭഗവാൻ സ്വധാമത്തിലേക്ക് പോണ സമയത്ത് ഉദ്ധവര് ഊണിലും ഉറക്കത്തിലും ജീവിച്ചിരുന്നപ്പോൾ ഭഗവാന്റെ സന്തത സഹചാരിയായിട്ട് നടന്നിരുന്ന ആളാണ്. അവസാന കാലത്ത് ഭഗവാൻ പോകുകയെന്ന് അറിഞ്ഞപ്പോൾ ഉദ്ധവർ ചെന്നിട്ട് പറയും, എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം, എന്നെ ഇവിടെ വിട്ടിട്ട് പോയത്, കരഞ്ഞ് വിളിച്ച് പറയും. അപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞത്? ഒരു കാരണവശാലും അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. പിന്നെ കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചു. അത്രമാത്രം ബോധം ഉണ്ടായിരുന്നുകൊണ്ട് ഭഗവാൻ പോണതിന് മുമ്പ് നേരിട്ട് ചില സംവാദമൊക്കെ നടത്തി. അത് എന്നിട്ടും കരഞ്ഞുകൊണ്ടൊക്കെയാണ് പിരിഞ്ഞു പോകുന്നത് അല്ലേ. ആ ഭഗവാന്റെ പാതകമൊക്കെ കൊടുത്ത് സമ്മാനമൊക്കെ കൊടുത്ത് അതുകൊണ്ട് ബദരിക്ക് പോകാൻ ഭഗവാൻ പറഞ്ഞു. നമ്മൾ ഇൻഡിവിജ്വലി ഓരോരുത്തരുടെയും റൂട്ട് മോക്ഷമായാലും ഇല്ലെങ്കിൽ തിരിച്ച് പുനർജന്മം എടുക്കണമെങ്കിലും അവരുടെ സ്വഭാവം തന്നെയാണ് കാരണം ആത്യന്തികമായിട്ട്. അതാണ് സ്വഭാവസ്തു പ്രവർത്തയെ ഭഗത സ്വഭാവ എന്നൊക്കെ അർജുന റിപ്പീറ്റ് ചെയ്ത് നമ്മൾ അത് ചിന്തിക്കണം. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ സ്വഭാവം തന്നെ നമ്മളെ വീണ്ടും വന്ന് ജനിക്കാനും ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യാനും, ഞാൻ പറയാൻ ബാക്കിയുള്ളത് നിങ്ങൾ കേൾക്കാൻ ബാക്കിയുള്ളതുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കേൾക്കൽ മാത്രം, ഞാൻ പറയലും നിങ്ങൾ കേൾക്കലും മാത്രമായ കാര്യമില്ല, ഈ പറഞ്ഞ് കേൾക്കുന്നത് സാക്ഷാത്കരിക്കണം. അപ്പോഴേ കർമ്മബന്ധനം ഒഴിവാകുള്ളൂ. എൻ്റെ കർമ്മബന്ധനം ഒഴിവായാലേ എനിക്ക് സാക്ഷാത്കാരം സാധിക്കൂ. അതുപോലെ എനിക്കിപ്പോൾ ആരെയും ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആരെയും കൂടത്തിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല, എത്ര അടുത്ത ബന്ധുവായാലും. കാരണം നമ്മളെല്ലാം ഇൻഡിവിജ്വലിയാണ് വന്നിരിക്കണം. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് ഭഗവാൻ ഇവിടെ തന്നിരുന്ന ഈ ഉപദേശം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധക. അത് ബ്രാഹ്മണനോ ക്ഷത്രിയനോ സ്ത്രീയോ പുരുഷനോ, ഈ പറയുന്ന ഉപദേശം മുഴുവൻ മനുഷ്യജന്മങ്ങൾക്ക് ബാധകമാണ്. അതുകൊണ്ട് പക്ഷെ അത് സാക്ഷാത്കരിക്കണമെങ്കിൽ ഓരോ മനുഷ്യനും മനുഷ്യായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം, ഓരോ മനുഷ്യനും ഇത് സാക്ഷാത്കരിച്ചാൽ മാത്രമേ ആ മനുഷ്യന് ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കൂ. അത് പ്രാക്ടിക്കലി നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ശരീരത്തോടു കൂടി ജീവിക്കുമ്പോൾ തന്നെ യോഗോ ഭവതി ദുഃഖ എന്നുള്ള അനുഭവം ഉണ്ടാകണം. അതാണ് ജീവൻ മുക്തി. നമുക്ക് ഈ യോഗം, നമുക്ക് പറ്റിയ യോഗം, നമുക്ക് പറ്റിയ ഈ പരിപാലന വ്യവസ്ഥയിൽ ഈ പറയുന്ന ധർമ്മം നമ്മൾ നടപ്പാക്കിയിട്ട് നമുക്ക് ദുഃഖത്തിന് അറുതി എപ്പോൾ ഉണ്ടാകുന്നോ അപ്പം അത് ജീവൻ മുക്തിയായി. അതാണ് മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യവും. അതുകൊണ്ടാണ് അത് ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്, അങ്ങനെയുള്ളവരെ കണ്ടുകിട്ടാത്തത് കൊണ്ടാണ് ഭഗവാൻ വരെ ഉദ്ധവർക്ക് ഉപദേശം കൊടുക്കുന്ന കൂട്ടത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു, ഞാൻ ഇത്രയൊക്കെ പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ഉദ്ധവ ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ ആയി പോയെന്ന്. എനിക്ക് ഇതേ ചോദ്യം എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നാറുണ്ട്. നിങ്ങൾക്ക് പ്രഭാഷണം കേൾക്കുമ്പോൾ, ഇന്നലത്തെയൊക്കെ പ്രഭാഷണം കേൾക്കുമ്പോൾ, നാരായണീയ സമർപ്പണ പ്രഭാഷണമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഭഗവാൻ ഉണ്ടാക്കി തന്നിട്ടും ഈ ദൃശ്യപ്രപഞ്ചത്തിന് എന്തുകൊണ്ടാണ് ഈ ബ്രാഹ്മണർ വരെ ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഈ ബ്രാഹ്മണർ വേണമല്ലോ, എൻ്റെ കാഴ്ചപ്പാടിൽ ബ്രാഹ്മണർ വേണം ഈ ശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് മാർഗദർശനം കൊടുത്ത് അവരെ ഈ വഴിക്ക് കൊണ്ട്. ഇപ്പം നേരെ തിരിച്ചായിരിക്കും. ബ്രാഹ്മണർക്ക് ഇപ്പം മറ്റുള്ളവരെ കണ്ടു പഠിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. ഇന്നലെ ആ നാരായണീയം 22 പേര് വന്നതിൽ അതവരെ പഠിപ്പിക്കുന്നതും അത് കൊണ്ടു നടക്കുന്ന ഒരു അന്തർജന. ബാക്കിയുള്ളവരൊക്കെ അബ്രാഹ്മണരാണ്.
അപ്പോൾ ഞാൻ അവരോട് ഒരു ഉത്തരവാദിത്തം പറഞ്ഞു. ആദരിച്ച സമയത്ത് നിങ്ങൾ ഈ ഗ്രാമത്തിലുള്ള അന്തർജനങ്ങൾ ഇവിടെ മാസത്തിൽ കൂടാറുണ്ട്. ഇപ്പം ഞാൻ ഈ പരിപാടി തുടങ്ങിയ പിന്നെ അവരിവിടെ വരാറില്ല. കാരണം ചിലപ്പോൾ അവർക്ക് സൂട്ടാവുന്നില്ല എന്ന് തോന്നിയിട്ട് എന്തോ യോഗമൊക്കെ ചേർന്നാൽ വേറെ എവിടെയെങ്കിലും വെച്ച്, മറ്റേ എല്ലാ മാസവും വന്നുകൊണ്ടിരുന്ന ഒന്നുമില്ല. ചിട്ടിയുടെയും അതും ഇതൊക്കെ നറുക്കിടലൊക്കെ ഇവിടെ വെച്ചാൽ നടന്നിരുന്നത്. ഇപ്പം ഇവിടെ ഈ പരിപാടി നടക്കുന്നതുകൊണ്ടായിരിക്കും വേറെ എവിടെയെങ്കിലുമൊക്കെ. ഞാനുള്ള കാര്യം പറയാം. അപ്പം ഇവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രമിച്ചിട്ട് ഒരു 10 പേരെയെങ്കിലും ഇവിടെയുള്ള അന്തർജനങ്ങളെ ഒന്ന് നാരായണീയം പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാനിത് നേരത്തെ ശ്രമിച്ചു തുടങ്ങിയതാണ്, ആരും വരണ്ടേ, കേൾക്കണ്ടേ. അവർ തന്നെ പറഞ്ഞതാ. അവരവരുടെ സ്വഭാവം അനുസരിച്ച് അവരവർ ജീവിക്കുന്നു. അപ്പം ഈ കോമൺ ആയിട്ടുള്ള എഫക്റ്റ് ഭഗവാൻ പറഞ്ഞു ഒന്ന് ശ്രദ്ധിക്കാനുള്ള സമയമോ അത് വേണ്ട വ്യക്തി ഫോളോ ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ ഉപയോഗിക്കുന്നില്ല. ഇപ്പം ഗൂഗിൾ മീറ്റിൽ അവരോട് ഇല്ലത്തിരുന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഓൺലൈൻ വേണേൽ പഠിക്കാം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഓൺലൈൻ നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പഠിപ്പിച്ചാൽ മതി. അതിന് യാത്ര ചെയ്യുകയോ ഒരിടത്ത് പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയൊന്നും വേണ്ട. നമ്മളിപ്പം യാത്ര ചെയ്തിട്ടോ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണോ, എവിടെയൊക്കെ ഇരുന്നിട്ടോ നമ്മളിപ്പോൾ ഒന്നിച്ച് കൂടിയിട്ട് ഇത് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഇതേപോലെ ഏത് കാര്യം ചെയ്യാം നമുക്ക്. സോഷ്യൽ മീഡിയ നമുക്ക് ഇത്രയൊക്കെ സൗകര്യം ചെയ്ത് തന്നിട്ടേ അത് യൂട്ടിലൈസ് ചെയ്യണ്ടേ. പക്ഷെ എന്നാലും യൂട്ടിലൈസ് ചെയ്യില്ല. കാരണം അവിടെയും അവരവരുടെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മുൻകൂട്ടി പ്രീ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവരവരുടെ കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിലാണ് ഇതിൽ കയറുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ സമയക്രമം ഇത് അഡ്മിനായിട്ടിരിക്കുന്ന ആൾ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇവിടെ വരുന്നവരാണെങ്കിലും ബ്രാഹ്മണനായാലും അന്തർജനാണെങ്കിലും അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അവരവർ ദിവസവും ചെയ്തുകൊണ്ടിരിക്കണതോ ഇല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങളോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കാര്യത്തിന് ഒന്ന് കയറി നോക്കണമെന്നൊക്കെ ആലോചിക്കാം. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പം എന്നെ പോലെ എല്ലാവരും ആയിരിക്കുമല്ലോ. ഞാൻ ബാക്കിയെല്ലാം വിട്ടിട്ട് ഇതിനു വേണ്ടി തന്നെ വന്നിരിക്കാം. പക്ഷെ കാലാവസ്ഥ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇവിടെയുള്ള സൗകര്യങ്ങൾ ചിലതൊക്കെ രാത്രിയും പകലും ഒക്കെ പണിയെടുക്കേണ്ടതായിട്ടൊക്കെ വരും. കാരണം ഈ മഴ പെയ്ത് ചളിയും പൊളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം ചെളിയും ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ പണിയെടുത്തേക്കണം. നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് പിന്നീട് ഒരാവശ്യം ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല, കുത്തിപ്പൊളിച്ചോളെ. ഇതങ്ങനെയല്ല. ഇതിപ്പോൾ ഞാൻ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് നിർത്തിപ്പോയാലും ഇവിടെയുള്ളവർക്ക് വേണമെങ്കിൽ ആ കല്ലൊക്കെ ഉപയോഗിക്കാം. അത് കണക്ക് കൂട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്താലും ബാക്കിയുള്ളവർക്കും കൂടെ ഭാവിയിൽ പ്രയോജനം ചെയ്യട്ടെ. വെറുതെ ആവശ്യമില്ലാതെ ഒരു കുറേ പൈസ ചിലവാക്കി എന്നിട്ട് പിന്നെ അത് കുത്തിപ്പൊളിച്ച് കളയേണ്ട ഒരു ഗതികേട് വന്നാൽ, ചിലർക്കൊരു ധാരണയുണ്ട് ഞാനിവിടെ അമ്പലം ഉണ്ടാക്കുമെന്ന്. ഞാൻ അമ്പലം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. പലർക്കും അങ്ങനെയാണല്ലോ ധാരണ. ഇത് കുറച്ച് ദിവസം വെച്ച് പൂജിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ക്ഷേത്രമായി മാറുമോ എന്ന് വരുന്നവരൊക്കെ ചിലരൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ 6 മാസമായി. ഞാൻ പറഞ്ഞു, ഇവിടെ അമ്പലമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം ഇവിടെ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ കൊണ്ടു നടക്കുന്ന പോലെ വേറെ ആരും കൊണ്ടു നടക്കാനുണ്ടാവില്ല. പിന്നെ അത് നമുക്കൊരു കർമ്മബന്ധനായിട്ട് തീരും അല്ലേ. ഇപ്പം ക്ഷേത്രങ്ങൾ വരെ പരശുരാമൻ്റെ കാലം തൊട്ട് എത്ര ഭംഗിയായിട്ട് ക്ഷേത്ര സങ്കല്പത്തിൽ ഉണ്ടാക്കി കൊണ്ടു നടക്കുന്നത്. അവിടെ പൊടി തട്ടി കൊടുക്കാൻ ഇന്നുള്ളവർക്ക് പറ്റുന്നില്ല അല്ലേ. അപ്പം ഇനി പുതിയതായിട്ട് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമേ അല്ല. ഉള്ളത് നേരെയാക്കി കൊണ്ടു നടക്കാൻ പറ്റുമെങ്കിൽ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇവിടെ എല്ലാ കാര്യത്തിലും ഇത് ബാധകമാണെന്നർത്ഥം. ഇവ കോമൺ ആയിട്ട് നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യുന്ന കാര്യങ്ങളിൽ ഈ പറയുന്ന യുക്തി നമ്മൾ കണ്ടെത്തിയിട്ട് അവരവർക്ക് യുക്തിസഹജമായിട്ടുള്ള ആഹാരത്തിലും വിഹാരത്തിലും നടപ്പിലും എടുപ്പിലും എൻ്റർടൈൻമെൻറ്റിലും നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നതിലോ ഒക്കെ അവരവർക്ക് സൂട്ട് ചെയ്യുന്ന രീതിയിൽ അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ചെയ്താൽ, പൂർത്തീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ദുഃഖത്തിന് നാശമുണ്ടാകൂ എന്നാണ് പറഞ്ഞത്. ആ ദുഃഖനാശം ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചു നേരം സ്വതന്ത്രമായിട്ട് ഈശ്വരനെ വിചാരിച്ചിരിക്കാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ നാമം ജപിക്കാനിരുന്നാലും നിങ്ങൾക്ക് പൊങ്ങി വരുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും. അതിന് അറുതി വരുത്തൂ എന്നാണ് പറയുന്നത്. അപ്പൊ ധ്യാനത്തിൽ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്താൽ പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അത് യുക്തിസഹജമായിട്ട് തന്നെ തീർക്കണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത് വീണ്ടും ബാക്കി വെച്ചിട്ട് പ്രാരാബ്ധം ഉണ്ടാക്കാത്ത വിധത്തിൽ വേണം ചെയ്യാൻ.
അതിനൊന്നും അമിതമാകാതെ ശ്രദ്ധിച്ചാൽ മതി. അമിതമായാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പോലും വിഷമായി തീരും. അതെല്ലാ കാര്യത്തിലും അമിതമായിട്ട് പണിയെടുത്താലുണ്ട്, അമിതമായിട്ട് എന്റർടൈൻമെന്റ് പോയാലുണ്ട്, അമിതമായിട്ട് ഫോണിൽ കളിച്ചാലുണ്ട്, അമിതമായിട്ട് എന്ത് ചെയ്താലും അതൊക്കെ നമുക്ക് ദോഷത്തെ ഉണ്ടാക്കും. അതില്ലാതിരിക്കണമെങ്കിൽ മിതത്വം പാലിക്കണം. അതിനാണ് അവരവരുടെ സ്വഭാവം അനുസരിച്ച് എനിക്ക് പറ്റിയത് എന്താ എന്ന്, അത് എല്ലാവർക്കും ബാധക. ഇൻഡിവിജ്വലി ഈ ശ്ലോകം നിങ്ങൾ ഓരോരുത്തരും എടുത്തോളണം. എന്നിട്ട് എനിക്ക് യുക്തികരമായിട്ടുള്ള ആഹാരം എന്താ, എനിക്ക് ഇഷ്ടമുള്ള എന്റർടൈൻമെന്റ് എന്താ, ഞാൻ എന്ത് കർമ്മ ചെയ്യേണ്ടത്, അത് അമിതമായിട്ട് പ്രവർത്തിക്കാതിരിക്കാനും വേണ്ടത് വേണ്ട സമയത്ത് പ്രവർത്തിക്കുകയും ആവശ്യമായിട്ട് ഉറങ്ങാനും ആവശ്യമില്ലാതെ ഉറങ്ങാതിരിക്കാനും, ഇങ്ങനെ ഒക്കെ കൃത്യമായിട്ട് അവരവർക്ക് സൂട്ട് ചെയ്യുന്ന രീതിയിൽ ഈ ഒരൊറ്റ ശ്ലോകത്തെ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ സകല ഇൻഡിവിജ്വലി ഉണ്ടാകുന്ന ദുഃഖങ്ങളിൽ നിന്ന് മോചനം കിട്ടും. നമ്മൾ ഈ തേടി നടക്കുന്നത്, ഈ അന്വേഷിച്ച് നടക്കുന്നതൊക്കെ ഈ എന്താ പറഞ്ഞേ സമാധാനത്തിനല്ലേ? ഒരു ക്ഷേത്രത്തിൽ, ഒരു ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് എന്തിനാ? അവരവർക്ക് ശാന്തി സമാധാനം ഉണ്ടാകണം, നല്ല മാർഗം, നല്ല ബുദ്ധി ഉണ്ടാക്കി തരണം. ഇതൊക്കെയല്ലേ കുട്ടികളെ പോലും പ്രാർത്ഥിച്ച് പഠിപ്പിക്കുന്നത് നമ്മളെ. അതിന് ഈ ബുദ്ധിയാണ് ക്രിയേറ്റ് ആകേണ്ടത്. അവരവർക്ക് പറ്റിയ രീതിയിൽ എന്താണോ അത് ഉപയോഗിച്ച് അതിൽ നിന്ന് ചെയ്ത് തീർത്ത് സന്തോഷം കണ്ടെത്തിയാൽ ആ കർമ്മത്തിൽ നിന്ന് ബന്ധനം അഴിഞ്ഞു എന്നർത്ഥം. അപ്പോഴേ നിങ്ങൾക്ക് സമാധാനം കിട്ടും. നിങ്ങൾ മനസ്സിൽ ഇഷ്ടമുള്ള ആഹാരം മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെ ഉച്ചയ്ക്ക് ഇന്ന കറി കൂട്ടി കഴിക്കണം, ഇല്ല ഇന്ന ആഹാരം കഴിക്കണം തോന്നിയാൽ അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ അത് എന്ത് കേടുവന്നാൽ പോലും നിങ്ങൾക്ക് അത് സന്തോഷം ഉണ്ടാവും. അഥവാ ഇനി അത് കരിഞ്ഞു പോവുമോ ഇല്ലേ സാധനം ടേസ്റ്റ് വരുവോ കേട് വരുവോ ചെയ്താൽ എന്താ കുഴപ്പം? നിങ്ങളത് കൈകാര്യം ചെയ്തതിൽ ഉണ്ടാക്കുമ്പം നിങ്ങളുടെ അശ്രദ്ധയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത് അങ്ങനെ വന്നതെന്ന് പറയും അല്ലേ? പാലടുപ്പത്ത് വെച്ചിട്ട് അത് നോക്കി നിൽക്കണ്ടേ? എന്നിട്ട് താഴെ പോയിട്ട് അത് പ്രകൃതിയാ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇല്ല, ഈശ്വരൻ ഇത് വിധിയാ, പാല് തിളച്ച് പോയിട്ട് പിന്നെ നമ്മൾ ന്യായീകരണം ഉണ്ടാക്കും. അതിൽ നിന്ന് മുഴുവൻ പോകാനാ ലോകം അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാനും ഉണ്ട്, മിസ്സസ്സും ഉണ്ട്. പാലും കൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ചു, ശ്രീമതി അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ശ്രീമതി അടുത്ത് നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ വിചാരിച്ചു, അവിടെ നിൽക്കണ്ടല്ലോ, നോക്കിക്കൊള്ളുന്നു വിചാരിച്ചു. ഞാൻ ഇടയ്ക്കൊന്ന് സ്ലിപ്പായി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിയും എൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് എന്തൊക്കെയോ വർത്താനം പറയുക, വേറെ എന്തൊക്കെ ചെയ്തു. ആ പാല് മുഴുവൻ എന്താ പറഞ്ഞേ തിളച്ച് വറ്റി പാത്രം കൂടെ കരിഞ്ഞു. ഇത് ഈശ്വരൻ ഉണ്ടാക്കി വെച്ച വിധിയ. ഇങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും ന്യായീകരണം കണ്ടെത്തും, എന്നിട്ട് ഈശ്വരനെ പഴിക്കുകയും ചെയ്യും അല്ലേ? നമ്മുടെ ശ്രദ്ധക്കുറവുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് പ്രശ്നം തോന്നും. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളാണ് നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ ആ പാല് കരിഞ്ഞു പോയി, പാല് കരിഞ്ഞു പോയി. ഒരാൾക്കല്ല, 2 പേർ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ് നമുക്ക് ദുഃഖം. സുഖവും ദുഃഖവും ഈശ്വരൻ പ്രൊഡക്റ്റ് ചെയ്യുന്നേ ഇല്ല. നമ്മൾക്ക് ഇഷ്ടമുള്ളത് സംഭവിച്ചാൽ നമുക്ക് സുഖം, ആ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് സംഭവിച്ചാൽ നമുക്ക് ദുഃഖം. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വലി ഉണ്ടാകുന്ന അനുഭവമാണ്. അപ്പം ഈ ദുഃഖത്തെ ഇല്ലാതെയാക്കണമെങ്കിൽ അവരവർക്ക് പറ്റിയ രീതിയിൽ ഭഗവാൻ പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കണം. വെറുതെ എന്തെങ്കിലും തോന്നിയാസം കാണിക്കാനല്ല പറഞ്ഞേക്കണേ. ഈ ഭഗവാൻ പറഞ്ഞ വചനങ്ങൾ നമ്മൾ സാക്ഷാത്കരിക്കണം എന്നർത്ഥം. അപ്പൊ ജീവൻ മുക്തമാകും, നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കും. നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുക അല്ലെ ഭക്ഷണം കഴിക്കൂ, ഇനി കഴിക്കണ്ടെന്ന് തോന്നിയാൽ അപ്പൊ കഴിക്കണ്ട, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അത് തീർക്കണമല്ലോ ഉദ്ദേശം കൊണ്ട് തീർത്താലോ നിങ്ങളുടെ വയറിന് പ്രശ്നം ഉണ്ടാവുക. അമിതമായിട്ട് പ്രവർത്തിച്ചാലും അത് തന്നെ നിങ്ങളുടെ ശരീരത്തിന് പ്രശ്നം ഉണ്ടാകും. അതാണ് യുക്തി, അവരവരുടെ യുക്തി ഉപയോഗിക്കണം എന്നർത്ഥം. അപ്പോൾ ഇത് കുറേശ്ശെ ഒറ്റയടിക്ക് മാറ്റം വരുത്താൻ ഉണ്ടാക്കില്ല. നമുക്ക് പറയാനും കേൾക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ പ്രാക്ടിക്കൽ തലത്തിൽ കൊണ്ടുവരുമ്പോൾ കുറേശ്ശെ അത് പ്രാക്ടീസ് ചെയ്ത് തുടരെയുള്ള അഭ്യാസം കൊണ്ട് യുക്തി വിചാരം ചെയ്ത് എനിക്ക് പറ്റി, നമുക്കിത് കണ്ടെത്തൽ തന്നെ കുറച്ച് പണിയാണ്.
എനിക്ക് പറ്റിയത് എന്താന്നുള്ളത് നിങ്ങൾ കൂടുതൽ നമുക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മറ്റുള്ളവർ പറയുന്നത് ഫോളോ അപ്പ് ആയിട്ട് പോകും. അനുകരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറി നിൽക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അതാണ് സ്വധർമ്മം നിധനസേയ എന്ന് ഭഗവാൻ പറഞ്ഞത്. നമ്മൾ ഏത് കാര്യത്തിലും മറ്റൊരാൾ പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് അത് ഫോളോ ചെയ്താൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ഇഷ്ടാംശങ്ങൾ ബാക്കി നിൽക്കും. പ്രാരാബ്ധം തീരുന്നില്ല. പിന്നെ ദുഃഖത്തിന് എങ്ങനെ അറുതി വരും? നിങ്ങളുടെ ഇഷ്ടം പിന്നെ ബാക്കിയാ. എന്നാ ഭഗവാൻ പറയുന്ന കേട്ടാലോ? ഭഗവാൻ പറയുന്ന 100% നിങ്ങൾ കേട്ട് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ദുഃഖത്തിന് അറുതി വരും. അഥവാ നിങ്ങൾ കുറേയൊക്കെ അനുകരിക്കാണ് സ്വഭാവമെങ്കിലും ഭഗവാനെ അനുകരിക്കാൻ ശ്രമിക്കൂ. എന്ന് വെച്ചാൽ പൗണ്ഡ്രകൻ്റെ തൊട്ട് വേഷം കെട്ടി നടന്നേക്കരുത്. ഭഗവാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ശാസ്ത്രമാണ് പറഞ്ഞു തരുന്നത്. അത് നമ്മൾ പ്രാക്ടിക്കലി അല്പമാത്രമെങ്കിലും അനുകരിക്കാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രമിച്ചാൽ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാൻ. ആ ഭയം, ആ ഗുണം എന്തായിരിക്കുന്നതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. യഥാ വിനയതം. ഇങ്ങനെ കുറേ ദിവസം നിത്യനൈമിത്യ കർമ്മത്തിലൊക്കെ ഈ പറയുന്ന പ്രാക്ടീസ് നിങ്ങൾ ചെയ്താൽ പിന്നെ നമുക്ക് എന്താ മാറ്റം ഉണ്ടാകുന്നതെന്നും കൂടി ഭഗവാൻ പറയുന്നുണ്ട്. അതാണ് യഥാ വിനയതം ചിത്തം ആത്മന്യേവ വധിഷ്ഠതേ നിഷ്പ്രഗ സർവകാമ്യപ്യ യുക്ത ഇത്യുച്യതേ തഥാ. യഥാ വിനയതം ചിത്തം, എപ്പോൾ നിയന്ത്രിത മനസ്സ്, എപ്പോഴാണോ ഇത് യുക്താഹാര വിഹാരസ്യ യുക്ത തേജസ്സു കർമ്മസു യോഗോ ഭവതി ദുഃഖ എന്ന് ഭഗവാൻ പറയുന്നത് നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അതാണ് യഥാ വിനയതം ചിത്തം. മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാകും. സർവകാമേപ്യോ നിഷ്പ്രഖ, സർവകാമങ്ങളിൽ നിന്നും ആസക്തി വെടിയും. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നത്തിൽ വരുന്നത് നമ്മൾ ഈ അനുകരിക്കാനും മറ്റുള്ളവർ പറയുന്നതിൻ്റെ പിന്നാലെയൊക്കെ പോകാൻ കാരണം എന്താ? ഒന്നുകിൽ കണ്ടതിൻ്റെ പിന്നാലെ, ഇല്ലേ കേട്ടതിൻ്റെ പിന്നാലെ. ആ ഒരു ടെൻഡൻസി നമുക്ക് ഇല്ലാതെയാകുന്ന പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു തന്നാലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ കേട്ടാലും നമുക്ക് പറ്റിയത് എന്താണ് എന്ന് നമ്മൾ തീരുമാനിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകുന്ന അർത്ഥം. ഇല്ലേ പകുതി കേട്ട പാതി കേൾക്കാത്ത പാതി അതിൻ്റെ പിന്നാലെ ഓടും. കണ്ട പാതി അതായത് നമ്മുടെ ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാതെ മനസ്സ് അതിൻ്റെ പിന്നാലെ ഓടും. അപ്പോൾ നമുക്കുള്ള സമാധാനം കൂടെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്കെന്താ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. എന്ത് പരസ്യം വന്നാലും വേണ്ടില്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും വേണ്ടില്ല, എന്തെങ്കിലും കാണിച്ചു തന്നാലും വേണ്ടില്ല, നമുക്കത് പറ്റിയതാണോ എന്ന് ആലോചിക്കണം. അപ്പോൾ ആത്മബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഇത് കൃത്യമായിട്ട് സംഭവിക്കും. ഈ പണ്ട് എന്താ പറഞ്ഞ ഇതൊക്കെ ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പലതും പഠിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞാൻ മിലിറ്ററിയിൽ നിന്നൊക്കെ വന്നിട്ട് ഒരു വീട്, സാധാരണ ഒരു വീട് വെച്ച് വീട് വാങ്ങി താമസിക്കുക ചെയ്തത്. അപ്പോൾ ആ പ്രദേശത്ത് ആദ്യമായിട്ട് TV കൊണ്ടുവന്നത് ഞാനാണ്. പിന്നെ ആദ്യമായിട്ട് ഫോൺ കണക്ഷൻ ആ പ്രദേശത്ത് എടുത്തതും ഞാനായിരുന്നു. ഒരു കോളനി ടൈപ്പ് സാധാരണക്കാർ ജീവിക്കുന്ന വലിയ ഹൈ ലെവൽ പാർട്ടിയൊന്നുമല്ല. അപ്പം ഫോൺ ചെയ്യണമെങ്കിലോ TV സിനിമ കാണണമെങ്കിലോ ഒക്കെ ഞായറാഴ്ച ദിവസങ്ങൾ. അന്നൊക്കെ ഞാൻ 18 ഇഞ്ചിൻ്റെയാണ് TV വാങ്ങിയിരുന്നത്. പിന്നെ അയൽവക്കംകാർ വാങ്ങുമ്പം 21-ൻ്റെ വേണമെന്ന് ചിലത് ആഗ്രഹിച്ച്, ഇല്ലെങ്കിലും എല്ലാം EMIയിലൊക്കെ ലോണൊക്കെ എടുത്തിട്ടൊക്കെയാണ് വാങ്ങണത്. ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ ഒരാളോട് മത്സരിക്കാനൊക്കെ പോകുമ്പം പല കാര്യങ്ങളും നമുക്ക് യുക്തിസഹജമാണ്, നമുക്ക് പറ്റിയതാണോ ഇല്ലയോ എന്നൊന്നും ആലോചിക്കില്ല. ഒരാൾ 4 മുറിയുള്ള വീടുണ്ടാക്കിയാൽ, ഒരു നില വീടുണ്ടാക്കിയാൽ മറ്റേ ആൾക്ക് എന്താ 2 നില വേണം. ഒരു കാര്യമില്ല. 2 പേരോ 3 പേരോ ഉള്ളൂ. സ്വപ്നത്തിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇല്ലാത്ത പൈസ ലോണൊക്കെ എടുത്തിട്ടുണ്ടാക്കും. എന്നിട്ട് പ്രശ്നത്തിൽപ്പെടുന്ന ആരൊക്കെ? ഒരു 10 വർഷം കഴിയുമ്പോഴത്തേനും ഇവർ വീട് വിറ്റ് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ സ്വപ്നം കാണുന്ന പോലെയല്ല. 15 വർഷം എന്നൊക്കെ പറയുന്നത് 15 വർഷം 20 വർഷം കൊണ്ടോ ലോൺ അടച്ച് തീർത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആവേശത്തിന് പോയി എടുക്കും. പിന്നെ ഇത് ഒഴിവാക്കണ്ടേ തലേന്ന്? ഒരൊറ്റ ഇൻസ്റ്റാൾമെൻറ്റ് തെറ്റിയാൽ മതി, നിങ്ങൾ പലിശ കൊടുക്കേണ്ടി വരും. പിന്നെ തുടർച്ചയായിട്ട് തെറ്റാൻ തുടങ്ങും.
ഒന്നും വേണ്ട, വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ മതി, നമ്മുടെ EMI തെറ്റും. അവരും ബാങ്കുകാർ പ്ലാൻ ചെയ്യണമെന്നൊക്കെ 60% 100% ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 60% വീട്ടു ചെലവിനെന്നുള്ളത് നിങ്ങളുടെ കാര്യത്തിനെന്ന് പറഞ്ഞ് കണക്കാക്കിയിട്ട് ബാക്കി 40% EMI അടയ്ക്കാൻ പാകത്തിന് മാക്സിമം ലോൺ തരും. അതൊക്കെ അവരുടെ മാക്സിമം 80% ആണ് യൂട്ടിലൈസ് ചെയ്യാനുള്ള സിസ്റ്റമാണ് അവർ ഒരു പ്രീ പ്ലാൻ ചെയ്ത് നമുക്ക് തരും. പക്ഷേ ഈ നല്ല തെറ്റും വീട്ടിലൊരാർക്കെങ്കിലും അസുഖം വരുമോ, ഇടയ്ക്കിടയ്ക്ക് ചികിത്സകൾ ചെയ്യേണ്ടി വരുമോ, മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ EMI അടക്കണമൊക്കെ തെറ്റാൻ, ഒരു പ്രാവശ്യം തെറ്റിയാൽ, 2 പ്രാവശ്യം തെറ്റിയാൽ പലിശയുടെ പലിശയും പിന്നെ നോട്ടീസ് വരാൻ തുടങ്ങും. പിന്നെ ബാങ്കുകാരുടെ അവർക്ക് ഈ കൺസിക്വൻസീസ് ഒന്നും പ്രശ്നമല്ല, മനസ്സിലായില്ലേ? നിങ്ങളുടെ വീട്ടിൽ ദുരന്തം ഉണ്ടായിരുന്നോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖം വന്നിട്ട് ആശുപത്രിയിൽ പോകേണ്ടി, ഇതൊന്നും അവർക്ക് ബാധകമല്ല. അവിടെ നമ്മുടെ എഗ്രിമെൻ്റ് അങ്ങനെ, അവർക്ക് ഇമോഷണൽ പ്രശ്നങ്ങളൊന്നുമില്ല, അതൊക്കെ നമ്മളെ ബാധിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കെന്താ പറ്റിയെന്ന് നമ്മൾ യുക്തിസഹമായിട്ട് തീരുമാനിച്ച് നമുക്ക് പറ്റിയത് എന്താ, നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ ശമ്പളം, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിൽ എത്ര നമുക്ക് സ്പെയർ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കണം. ബാങ്കിൻ്റെ 100% നമ്മൾ വീണ് പോകരുത്. നമുക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഞാനതുകൊണ്ടാണല്ലോ, ഞാൻ ലോൺ എടുത്തിട്ട് വീട് വാങ്ങിയിട്ടുണ്ട്, കുട്ടികളുടെ കല്യാണം നടത്തുന്നു, ഒന്നിലും 5 പൈസ എനിക്ക് ബാധ്യതയില്ല, ഞാൻ ഫോളോ അപ്പ് ഇല്ല. കുട്ടികളെ പഠിപ്പിച്ചതുപോലും പറഞ്ഞു മറ്റുള്ളവർ എഞ്ചിനീയറോ ഡോക്ടറോ എന്തോ ആകണം പോയിക്കോട്ടെ, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറ്റിയത് എന്താ, അതിനുള്ള കപ്പാസിറ്റിയിലുള്ളത് നിങ്ങളും സെലക്ട് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു ബാധ്യത ഇപ്പം ഇത് കുട്ടികൾ പഠിച്ചു, അവരവരുടെ ലെവലിൽ നല്ല 2 പേർക്കും വീടുണ്ടായി, ജോലിയുണ്ട്, അവർ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന കുട്ടികൾക്കും അത്യാവശ്യം ജോലിയുണ്ട്. അപ്പം നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും അതുകൊണ്ട് ഇപ്പം കുട്ടികളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ കുടുംബകാര്യത്തിലോ എനിക്കൊരു ദുഃഖമില്ല. കാരണം എന്താ, അവിടെയാണ് യുക്തി ഉപയോഗിച്ചത്. നമുക്ക് പറ്റിയത് എന്താണെന്നുള്ളത് നമ്മൾ പ്രീ പ്ലാൻ ചെയ്തു, അത് കുടുംബത്തിലുള്ളവരും പറഞ്ഞു, അത് വേണ്ട വിധത്തിൽ അത് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയപ്പം എനിക്കും ദുഃഖം മാറുതി വന്നു മാത്രമല്ല, കുടുംബത്തിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ അതെല്ലാം വിട്ടിട്ട് പോന്നെങ്കിൽ അവർക്ക് ദുഃഖമൊന്നുമില്ല, ഞാൻ വിട്ടു പോകുന്നു എന്നോർത്ത്. കാരണം അവർ കഴിയാൻ പഠിച്ചു. കാരണം ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുടുംബം എങ്ങനെ കഴിഞ്ഞു പോകണം എന്നുള്ളത്, എങ്ങനെ കഴിച്ചു കൊണ്ട് പോകണം. ഇതാണ് യുക്താഹാരം. അപ്പം ഇതിനൊക്കെ കാരണം എന്താ, ഇതിലൊക്കെ ഭഗവാൻ പറഞ്ഞത് അനുസരിക്കാൻ തുടങ്ങി എന്നുള്ളത്. എൻ്റെ സ്വഭാവത്തിൽ തന്നെ എനിക്ക് സൂട്ട് ചെയ്യുന്നത് എന്താണോ അത് ഞാൻ ചെയ്യും, അതേ ചെയ്യൂ. അത് ഗീതാശാസ്ത്രം അനുസരിച്ചു കൊണ്ടായിരിക്കും ചെയ്യാം. എവിടെയാണെങ്കിലും അതെ, എനിക്ക് ആരും സഹകരിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഞാനിപ്പോൾ 6 മാസം പിന്നിട്ടെങ്കിൽ ഇനിയുള്ള 6 മാസവും എന്തൊക്കെ കൺസിക്വൻസീസ് ഉണ്ടായാലും അതിനെ പൂർത്തീകരിച്ച് മുമ്പോട്ട് പോകും എന്നുള്ളത്, പൂർത്തീകരിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടെന്നർത്ഥം. ഞാനിതൊന്നും വലിയ ഭാരമായിട്ട് ഇതൊക്കെ ഞാൻ തന്നെ വേണമല്ലോ ചെയ്യാൻ, ഇത് ആരും സഹായിക്കാനില്ലല്ലോ, സപ്പോർട്ടില്ലല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ട് എനിക്ക് ഒരു അറിയില്ല. വന്ന് കാണുന്നവർക്കാ തോന്നുന്നത് എങ്ങനെ തിരുമേനി ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഈ എക്സ്പീരിയൻസ് ഗീത കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടേ ഈ ജന്മത്തിലെ മാത്രമല്ല, എന്നാലും ഇത് കൈകാര്യം ചെയ്യാൻ ഈ ജന്മത്തിൽ തന്നെ പൂർവ്വജന്മത്തിലെ വാസനാബലമുണ്ട്. ഈ ജന്മത്തിൽ തന്നെ ഏകദേശം 18 വർഷത്തെ, ഇപ്പം എന്താ പറഞ്ഞേ, 19,000 പ്രാവശ്യം ഗീത വായിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 18 വർഷം കൊണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാ. ഞാനിപ്പോൾ 1 വർഷം കൊണ്ടു നടക്കുമ്പോൾ ഇവിടെ 3 അധ്യായം വീതം സമ്പൂർണ്ണ പാരായണം ഒക്കെ നടക്കുന്നത്. ഈ 3 അധ്യായം വീതം തന്നെ പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് 18 വർഷത്തിന് മേലെയായി. എത്ര പ്രാവശ്യം ഗീത പാരായണം ചെയ്തു? അങ്ങനെ ഒരു വർഷം തന്നെ 19,000 പ്രാവശ്യം. അപ്പം ഇങ്ങനെ 18 വർഷമായപ്പോഴോ എത്ര പ്രാവശ്യം പാരായണം ചെയ്തിട്ടുണ്ടാവും? അപ്പോഴാണ് രക്തത്തിൽ അലിഞ്ഞു ചേരുക എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതും കൊണ്ട് എന്താ റിസൾട്ട് എന്ന് പലരും ചോദിക്കും. അതാണ് ഏറ്റവും വലിയ റിസൾട്ടാണ് ഭഗവാൻ പറയുന്നത്. യഥാ വിനയതം ചിത്തം ആത്മന്യേവ പ്രതിഷ്ഠതേ
നിസ്പർവക സർവകാമ്യപ്യോ യുക്ത ഇത്യുച്യതേ തഥ യഥാ വിനേതം ചിത്തം. എപ്പോൾ നിയന്ത്രിത മനസ്സ്, എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലാണ്. സർവകാമേപ്യോ, സർവകാമങ്ങളിൽ നിന്നും ആസക്തി വെടിഞ്ഞ്, അത് ഈശ്വര കാര്യങ്ങൾ ചെയ്താലും വേണ്ട, പുറത്തുള്ള ഭൗതിക കാര്യം ചെയ്തു ഒന്നിലും ആസക്തിയില്ല, നിസ്സംഗനായിക്കൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആത്മനി ഏവ വധിഷ്ഠത, ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശരീരമല്ല, ആ ആത്മബോധത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ശരീരത്തിന് വരെ കൺസിക്വൻസീസ് ഒന്നും ബാധിക്കില്ല എന്നർത്ഥം. എന്നാൽ ഈ ശരീരം കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം വരുമ്പോഴാണ് നമുക്ക് ശരീരബോധം വരണം. ഇല്ലേ എൻ്റെ എന്നുള്ള ഭാവം വരും. അതില്ലാതെ ചെയ്താലോ യോഗോ ഭവതി ദുഃഖ. നമുക്ക് 50% പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനും എൻ്റെ എന്നുള്ള ഭാവമാണ്. അതുകൊണ്ട് തഥായുക്ത ഇതി ഉച്ചത, അപ്പോൾ അവൻ യോഗയുക്തൻ എന്ന് പറയപ്പെടുന്നു. ഇതാണ് യോഗയുക്തൻ്റെ സ്ഥിതി എന്നർത്ഥം. അതായത് എപ്പോൾ നിയന്ത്രിക്കപ്പെട്ട മനസ്സ് സർവകാമനകളിൽ നിന്നും മോചനം തേടി ആത്മാവിൽ തന്നെ ചെയ്യുന്ന, നിങ്ങൾക്ക് സർവം ശാന്തി സമാധാനം അനുഭവിക്കണമെങ്കിൽ ആത്മാവിൽ തന്നെ സ്ഥിതം ചെയ്യണം. അപ്പോൾ ആത്മാവിനെ തന്നെ സ്ഥിതി ചെയ്യുന്നുവോ അപ്പോൾ അയാൾ യോഗാരൂഢൻ എന്നറിയപ്പെടുന്നു. ആത്മബോധത്തോടുകൂടി ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന ഒരാളെയാണ് യോഗാരൂഢൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു ജന്മം കൊണ്ടാകില്ല. അപ്പോൾ നമുക്കിതൊക്കെ തുടങ്ങിയാൽ ഈ ജന്മം തന്നെ ഇതൊക്കെ സാക്ഷാത്കരിക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. എപ്പോഴും നമുക്ക് യോഗം വരുന്നോ അപ്പോൾ യോഗാരൂഢൻ. അത് ചിലപ്പം നമ്മൾ കുറേ കാലം ഇതൊന്നും അറിയാതിരുന്നല്ലോ, ഇതിപ്പോൾ അറിയാൻ തുടങ്ങിയാൽ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ടോയെന്ന് അറിഞ്ഞുകൊണ്ട് കുറേശ്ശെ നമുക്ക് ഈ ഒരു യോഗഭാവത്തിലേക്ക് എത്താൻ സാധിക്കും. കാരണം ഈ അനേക ജന്മങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ജന്മവാസനയും കർമ്മവാസനയും പെട്ടെന്ന് ഒരു ദിവസം സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കുറച്ച് കഠിനമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് യഥാ ദീപോ നിവാസത, അങ്ങനെ കുറേശ്ശെ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ഇത് കാര്യങ്ങൾ ആദ്യം അറിയണം. ഈ വ്യത്യാസം ശരിക്കും തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എപ്പോഴാണോ അതനുസരിച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഈ മനസ്സ് നിയന്ത്രിക്കുക. മനസ്സാണ് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിനയഭാവം ചിത്തം ആയിത്തീരും. ആത്മബോധം ഉണ്ടായാൽ ആത്മാവിൻ്റെ സ്വരൂപം വിനയമാണ്, ശാന്തമാണ്, ആനന്ദമയമാണ്. അപ്പോൾ അതിനെ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങിയാൽ, അതിനെ സാക്ഷാത്കരിക്കാൻ ചെന്നാൽ അപ്പോഴാണ് യഥാ വിനയതം ചിത്തം, അവിടെയാണ് ആത്മാവിൻ്റെ ശാന്തി സ്വരൂപം നമ്മളിൽ പ്രകടമാകുന്നത്. അതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഈ ശരീരത്തോടു കൂടിയിരിക്കുമ്പോൾ അനുഭവിച്ചറിയണം. അതാണ് യഥാ ദീപോ നിവാസതോ നേങ്കതേ സോമപാസ്മതഃ യോഗിനോ യഥചിത്തസ്യ യുജ്യതോ യോഗമാത്മന. എപ്രകാരം നിവാസതോ ദീപോ, അതായത് കാറ്റില്ലാത്തതിരിക്കുന്ന വിളക്ക്, കാറ്റില്ലാത്ത സ്ഥലത്ത് കത്തിച്ചു വച്ചിരിക്കുന്ന അചഞ്ചലമായ ദീപം കത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാ, അതേപോലെ യഥാ ന ഇംഗതേ പറഞ്ഞാൽ എപ്രകാരം ചലിക്കാതിരിക്കുന്നുവോ ആത്മന യോഗം യുജ്യത, ആത്മധ്യാനത്തോട് യോജിച്ചവനായിരിക്കുന്ന യഥചിത്തസ്യ യോഗിന സ്വാധീന, അതായത് ആത്മശക്തിയോട് യോജിപ്പിച്ച മനസ്സോടു കൂടിയവനായിരിക്കുന്ന യോഗി. നമ്മുടെ മനസ്സ് സാധാരണഗതിയിൽ ഈ ദൃശ്യപ്രപഞ്ചത്തിലാണ് യോജിപ്പിച്ച് നിർത്തിയിരിക്കുക, അതിനോടാ യോഗം. അപ്പോൾ നമുക്ക് ഈ വ്യാപരിക്കുന്ന മനസ്സിന് കാരണമാകും. അതേസമയം ഇതേ മനസ്സിനെ എന്തിനോട് ചേർന്ന് നിൽക്കണം? ആത്മാവിനോട് ചേർത്ത് നിർത്തണം. അപ്പോൾ ആണ് യഥചിത്തസ്യ യോഗിന. അപ്പോഴാണ് മനസ്സ് പോലും നിയന്ത്രിക്കണം, സ്വാധീനമുള്ളതായിട്ട്. ഇതിൻ്റെ ആത്മാവിൻ്റെ സ്വാധീനത്താൽ പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് അവൻ യോഗിയാകുക. സ ഉച്ചതേ സ ഉപമാസ്മൃത, ഈ ഉപമാ സ്മരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് ഉപമാ? കാറ്റില്ലാത്ത സ്ഥലത്ത് കത്തിച്ചു വച്ചിരിക്കുന്ന ദീപം, അതിൻ്റെ നാളം നിശ്ചലമായിട്ട് കത്തിക്കൊണ്ടിരിക്കും. ചലനാവസ്ഥ ഇല്ലാതെ, ആടി ഉലയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എപ്പോഴുണ്ടാകും? നമുക്ക്
നമ്മുടെ മനസ്സിനെ ആത്മാവിനോട് ചേർത്ത് വെച്ച്. അപ്പൊ കാറ്റില്ലാത്ത സ്ഥലത്ത് അചഞ്ചലമായിട്ട് ദീപം ജ്വലിക്കുന്നത് പോലെ ചഞ്ചലമായ മനസ്സിനെ നമ്മുടെ ആത്മശക്തിയോട് യോജിപ്പിച്ച് നിർത്തിയാൽ ആ മനസ്സും അചഞ്ചലമായി തീരും. കാറ്റില്ലാത്ത സ്ഥലത്ത് ദീപം നിശ്ചലമായിരിക്കുന്നത് പോലെ ജിതചിത്തനും ധ്യാനശീലനുമായിരിക്കുന്ന യോഗി വർദ്ധിക്കുന്നു എന്ന് സാരം. ഈ ഒരു അവസ്ഥ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇതിനെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് 19 ശ്ലോകങ്ങളെ ഇന്ന് എടുക്കുന്നുള്ളൂ. പിന്നെ ധ്യാനത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ ഇന്നലെ ചെയ്തത് ഒന്നുകൂടെ പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 16-ാമത്തെ ശ്ലോകം തൊട്ട് 19 വരെയുള്ള 4 ശ്ലോകങ്ങൾ, കാരണം ഇനിയുള്ള ശ്ലോകം 4 എണ്ണം നമ്മൾ എപ്രകാരം ഈ യോഗ ധ്യാനം ശീലിച്ചാൽ ആത്മാവിനോട് നമ്മുടെ മനസ്സിനെ ചേർത്ത് നിർത്തിയാൽ അവരിൽ സ്വഭാവം എപ്രകാരമാകുന്നതാണ് ഇനി 20 തൊട്ട് 23 വരെയുള്ള ശ്ലോകങ്ങൾ. അതൊന്നായിട്ട് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോൾ നാത്യസനസ്സു യോഗോ അസ്തി നൈ ചൈകാന്ത മനസ്നത നാ ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവരാർജുന യുക്താഘാര വികാരസ്യ യുക്തചേഷസ്യ കർമ്മസു യുക്തസ്വപ്ന അവബോധസ്യ യോഗോ ഭവതി ദുഃഖക യഥാ വിനേദം ചിത്തം ആത്മന്യേവ വധിഷ്ഠിതേ നിസ്പൃഗ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തഥാ യഥാ ദീപോ നിവാസതോ നേകതേ സോമപാസ്മതഃ യോഗിനോ യഥചിത്തസ്യ യുജ്യതോ യോഗമാത്മന. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് എടുത്തിട്ട് ചിന്തിച്ച് അതനുസരിച്ച് ആ ഒരൊറ്റ ശ്ലോകത്തെ 17-ാമത്തെ ശ്ലോകത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിങ്ങൾക്ക് ദുഃഖത്തിന്, അത് ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ ത്രിവിധ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കും. ഈ ഒരൊറ്റ ശ്ലോകം സാക്ഷാത്കരിച്ച യുക്താഹാര വികാരത്തെ യുക്തചേഷസു കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖക. ഇത് മനഃപ്പാടമാക്കിയിട്ട് നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തികളിലും അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് യുക്തിസഹിതമായിട്ട് യുക്തിവിചാരം ചെയ്ത് അത് പ്രാക്ടിക്കലാക്കിയാൽ ആ വ്യക്തി യോഗാരൂഢനായിത്തീരും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം. ഓം കായേന വാചാ മനസ്സേന്ദ്രിയർവാ മുഖ്യാത്മനാവാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിരാശങ്കുചക്രം കമോദകീം സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനസം പ്രതിഭാവയാമി വാതാലയേശമനസം പ്രതിഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം.